ഈ സന്ധ്യാവേളയിൽ വീണ്ടും ഒരിക്കൽ കൂടെ ദൈവത്തിന്റെ പാതാതിയിലായിരിക്കാൻ ദൈവം അവസരങ്ങളെ തന്നതിനായി ഞാൻ ദൈവത്തെ സ്മരിക്കുന്നു. പകൽവേളയിൽ കർത്താവിന്റെ സാന്നിധ്യത്തിലായിരിക്കാൻ കർത്താവ് നമുക്ക് ഇടയാക്കി. തുടർന്നുള്ള സമയവും കർത്താവിന്റെ പാതാന്തിര്യത്തിൽ നാം ആയിരിക്കുമല്ലോ. കർത്താവിന്റെ ദാസനിൽ കൂടെ കേട്ടതുപോലെ വചനം കേട്ടവരുടെ മേൽ ആത്മാവാണ്. ആമേൻ. ആത്മാവിന്റെ വ്യാപനം ദൈവവചനത്തിന്റെ വ്യവസ്ഥയിൽ വചനത്തിന്റെ അനുഭവങ്ങളിൽ നിന്ന് തീർച്ചയായിട്ടും വ്യാപരിക്കേണ്ടത്. കാരണം കർത്താവിന്റെ വചനം കർത്താവ് തന്നെയാണ്. ആമേൻ. അവൻ നമ്മുടെ ഇടയിൽ വചനം ജഡമായപ്പോഴാണ്. പൗലോസ് ആമേൻ പറയുന്നത് പോലെയോ യോഹന്നാനൊക്കെ പറയുന്നത് പോലെയോ ദൈവത്തിന്റെ ആത്മാവ് ആമേൻ നമ്മിൽ വസിക്കുന്നു എന്ന് നാം അറിയുന്നു. ഈ ആത്മാവ് എങ്ങനെ വസിക്കും എന്ന് ചോദിച്ചാൽ അതിന് തീർച്ചയായിട്ടും പലവിധമായ ആമേൻ മാനിഫെസ്റ്റേഷൻസ് ഒരുപക്ഷെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ അതിന്റെ ആത്യന്തിക അടിസ്ഥാനം എന്ന് പറയുന്നത് ക്രിസ്തുവാണ്, വചനമാണ്. ഞാൻ പറയുന്നു, ഞങ്ങൾ കണ്ടതും ഞങ്ങൾ കൈ തൊട്ടതും ഞങ്ങൾ അറിഞ്ഞതുമായ വചനം. അപ്പം വചനത്തിന് തൊടാൻ പറ്റുന്ന ഒരു അനുഭവമുണ്ട്. ആമേൻ. സ്പർശിക്കാനോ അല്ലെങ്കിൽ കാണാനോ പറ്റുന്നതായ അനുഭവമുണ്ട്. വചനം പ്രവർത്തിക്കും, ക്രിയ ചെയ്യും. ഇന്ന് സന്ധ്യാവേളയിൽ ഒരിക്കൽ കൂടെ ഇവിടെ ആയിരിക്കുന്ന കർത്താവിന്റെ ദാസന്മാർ ഓരോരുത്തരും, കർത്താവിന്റെ ദാസിമാർ ഓരോരുത്തരും, ഇവിടെയുള്ള ഈ കൂട്ടായ്മ അതിന് ലീഡ് ചെയ്യുന്ന ദേവദാസ്, അതിന് വേറൊരു ദേവദാസൻ ഇവിടെ നടത്തുന്നവരും മുഖപരിചയമില്ല എങ്കിലും അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിലും എല്ലാവർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. രാവിലെ നമ്മൾ ചിന്തിച്ച വചനം ഒന്നാമത്തെ സങ്കീർത്തനത്തിൽ നിന്നുള്ളതായിരുന്നു. ഒന്നാമത്തെ സങ്കീർത്തനം ഒന്നാമത്തെ വാക്യം മുതൽ വായിച്ചപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി. ചില വഴികളിലൊക്കെ നടന്നുകൂടാ, ചില വഴികളിലൊന്നും ഇരുന്നുകൂടാ, ചില വഴികളിലൊന്നും നിന്നുകൂടാ. അപ്പൊ നിൽക്കാൻ പാടില്ലാത്തതും നടക്കാൻ പാടില്ലാത്തതും ഇരിക്കാൻ പാടില്ലാത്തതുമായ വഴികളിൽ നിന്നാണ് കഴിഞ്ഞ നാളുകൾ കർത്താവ് നമ്മെ ഉദ്ധരിച്ചത്. പിന്നെ ഒരു വഴി ഉണ്ടായിരുന്നു. ആ വഴി ആമേൻ എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ന്യായപ്രമാണം അഥവാ ക്രിസ്തു അഥവാ വചനം. ക്രിസ്തു ന്യായപ്രമാണത്തിനും ക്രിസ്തുവാണ്, പുതിയ നിയമത്തിനും ക്രിസ്തു ആരാ? ക്രിസ്തുവാണ്, അല്ലെ? ഞാൻ ആദ്യം പറഞ്ഞല്ലോ, 3-ാം അധ്യായം എബ്രായ ലേഖനത്തിൽ വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു: അതുകൊണ്ട് സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തോലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുകയും. നാം ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ കർത്താവിന്റെ കൃപയാൽ, നാം നോക്കിയതല്ല, നമ്മെ നോക്കിയത് കൊണ്ട് കൃപയാൽ കർത്താവിന്റെ അനുഭവത്തിലേക്ക് നമുക്ക് കടന്നു വരാനായിട്ട് സാധിച്ചു. എന്നാൽ ഇനിയുള്ള നാളുകളിൽ നാം ചെയ്യേണ്ടത് കർത്താവിനെ ശ്രദ്ധിച്ചു നോക്കുക തന്നെയാണ്. കാരണം നമുക്ക് മുൻപിൽ ഒരു വിളിയുണ്ട്, നമുക്ക് മുമ്പിൽ ഒരു പ്രത്യാശയുണ്ട്. ആ വിളിയുടെ പേരാണ് സ്വർഗീയ വിളി. സ്വർഗീയ വിളി കൊണ്ട് അവൻ നമ്മെ വിളിച്ചുവെങ്കിൽ ആമേൻ ആ അസാധാരണ വിളിക്ക് വേണ്ടി നമ്മെ തന്നെ ഒരുക്കിക്കൊണ്ടിരിക്കണമെന്ന് പരിശുദ്ധാത്മാവ്. കാലാകാലങ്ങളിൽ നാം വിളിക്കപ്പെട്ടു. ഞാൻ രാവിലെ പറഞ്ഞായിരുന്നു, അവൻ സമയമൊന്നും തെറ്റിയില്ല. അവൻ 18 വയസ്സിൽ വിളിച്ചാലും 25 വയസ്സിൽ വിളിച്ചാലും 56 വിളിച്ചാലും 70 വിളിച്ചാലും കർത്താവിന് സമയം അറിയാം. നമ്മൾ കർത്താവിനെ പഠിപ്പിക്കാനൊന്നും
പോകണ്ട. അതിൻ്റെതായ രീതിയുണ്ട്, അതിൻ്റെതായ സ്വഭാവമുണ്ട്. കർത്താവിന്റെ വിളി ഏത് സമയത്ത് വന്നാലും അതിനൊക്കെ അതിൻ്റെതായ ഉണ്ട്. അതിന്റെ അകത്തൊരു പ്രത്യാശ അവൻ നിറച്ചു വച്ചിട്ടുണ്ട്. അപ്പൊ എപ്പോ വിളിച്ചാലും, എങ്ങനെ വിളിച്ചാലും, എന്ന് വിളിച്ചാലും ദൈവത്തിന്റെ വിളിയിൽ മറഞ്ഞിരിക്കുന്ന ഒരു പ്രവൃത്തിയുണ്ട്. അത് അവൻ നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യും? പൂർത്തീകരിക്കാനിടയായി തീരും. അത് കർത്താവ് നിർവഹിക്കും എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. അത് യൗവനത്തിലുള്ള വിളിയാകട്ടെ, വാർദ്ധക്യത്തിലുള്ള വിളിയാകട്ടെ, എപ്പോഴായാലും അത് സ്വർഗത്തിലെ ദൈവത്താൽ നിർവഹിക്കപ്പെട്ടിരിക്കും. എന്നാൽ എപ്പോ വിളിച്ചാലും വ്യവസ്ഥയൊന്ന. 11-ാം മണി നേരത്ത് വിളിച്ചാലും, 1-ാം മണി നേരത്ത് വിളിച്ചാലും, 3-ാം മണി നേരത്ത് വിളിച്ചാലും വ്യവസ്ഥയ്ക്കൊന്നും മാറ്റമില്ല. പ്രതിഫലം പ്രാപിക്കാൻ വേണ്ടിയുള്ള വിളിക്ക് ഈ ദിവസങ്ങളിൽ നമ്മുടെ മനസ്സ് ഒരുക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അവനോട് പറ്റി, അവനോട് ഇണങ്ങി സമാധാനമായിരിക്കുക എന്ന തിരുവചനത്തിൽ നാം വായിക്കുന്നത് പോലെ കർത്താവിനോട് ഇണങ്ങി സമാധാനമായി നാം മുമ്പോട്ട് പോയാൽ മതി. അവന്റെ വചനം പ്രമാണിക്കുകയും അവന്റെ ആജ്ഞ അനുസരിക്കുകയും ചെയ്യുന്ന വീരന്മാരായി നാം ഇരുന്നാൽ കർത്താവ് നമ്മെ കൈകളിൽ എടുത്ത് ഉപയോഗിക്കും. 104-ാം സങ്കീർത്തനത്തിന്റെ 4-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തന്റെ ശുശ്രൂഷകന്മാരുമാക്കുന്നു എന്ന് വച്ചാൽ കാറ്റുകളെ ശുശ്രൂഷകന്മാരായ അനുഭവത്തിൽ നിന്ന് അവർ കാറ്റുപോലെ അവരെ ഉപയോഗിക്കാൻ തുടങ്ങും. ദൈവമക്കളെ, നാം ശുശ്രൂഷകന്മാരാണ്, പക്ഷെ ദൈവത്തിന്റെ കരങ്ങളിൽ കാറ്റുകളായി മാറുവാൻ കർത്താവ് ഉപയോഗിക്കാൻ പോവുകയാണ്. നാം അഗ്നിജ്വാലകളാണ്, കാരണം ദൈവത്തിന്റെ കയ്യിൽ നാം അഗ്നിജ്വാലകളായി ഉപയോഗിക്കപ്പെടുവാൻ പോവുകയാണ്. തലം മാറുന്ന ഒരു അഭിഷേകത്തിലേക്ക് ഞാൻ പറയാം, എനിക്കൊരു മെയിന്റനൻസിന്റെ ശുശ്രൂഷയല്ല ഇവിടെ ചെയ്യാനുള്ളത്. നിങ്ങളെ ആത്മാവിൽ ദൈവശക്തിയിൽ നിയുക്തന്മാരായ അഭിഷിക്തന്മാരാക്കി നിലനിർത്തുവാൻ വേണ്ടി പരിശുദ്ധാത്മാവിൽ ഒരുക്കപ്പെടണമെന്ന് പറയാനുള്ള ഒരു അനുഭവമാണ് സ്വർഗത്തിലെ ദൈവം എനിക്ക് നൽകി തരുന്നത്. എന്നാൽ നമുക്ക് ആവശ്യമില്ലേ ദൈവികമായ പണി എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട്. അത് നമ്മൾ അതതിൻ്റെതായ സമയങ്ങളിൽ ദൈവത്തിന്റെ വചനത്തിന്റെ വ്യവസ്ഥ അനുസരിച്ചും കണ്ണാടിയിൽ മുഖം നോക്കുന്നത് പോലെ അതതിൻ്റെതായ സമയത്ത് മുഖം മിനുക്കിയും കൊണ്ട് ആയിരിക്കുക മാത്രമാണ് ആവശ്യമുള്ളൂ. ഈ ദിവസങ്ങൾ കർത്താവിന്റെ സന്നിധിയിലെ അതിശക്തന്മാരായ അഭിഷിക്തന്മാരായി കാറ്റുകളായി മാറുവാൻ നമ്മെ തന്നെ ഏൽപ്പിക്കുക. ഹല്ലേലൂയ. രാപ്പകൽ ദൈവത്തിന്റെ വചനത്തെ ധ്യാനിച്ചുകൊണ്ട്, അതായത് രാത്രിയില്ല പകലില്ല, ഇടവിടാതെ കർത്താവിന്റെ സാന്നിധ്യത്തിലായിരിക്കുവാനാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ അടുക്കളയിൽ ഒരു പക്ഷേ ജോലി ചെയ്യായിരിക്കാം, അവിടെയും ദൈവത്തിന്റെ സാന്നിധ്യം. ദാവീദ് പറയുന്നില്ല, ഞാൻ പാതാളത്തിൽ ഇറങ്ങിയാലും അവിടെയും നിന്റെ കൈ എന്നെ നടത്തുവാനിടയാകും. ജീവിതത്തിന്റെ മുഖത്ത് പാതാളമാണെങ്കിലും നടത്താൻ കർത്താവുണ്ട്. അതുകൊണ്ട് കർത്താവിനോട് ഈ ദിവസങ്ങളിൽ പറ്റി നിൽക്കുന്നെങ്കിൽ ദൈവം ആ പാതാളത്തിലും എന്ത് ചെയ്യും? നടത്താൻ കൈ തരും. അവിടെ ചെന്ന് കിടക്ക വിരിച്ചിട്ടാണല്ലോ ഞാൻ കിടക്കുന്നത്, എന്റെ കിടക്ക പോലും ഈ ദിവസങ്ങളിൽ നനഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നിടത്ത് പരിശുദ്ധാത്മാവിന് പറയാനുണ്ട്, എന്റെ കിടക്കയെ നീ നനയ്ക്കുമ്പോഴും രാത്രിയുടെ യാമങ്ങളിൽ നീ കരയുമ്പോഴും സ്വർഗത്തിലെ ദൈവം നിന്നോടൊപ്പം ഉണർന്നിരിക്കുന്നുണ്ട്. ഗിദെയോനോട് പറയുമ്പോൾ ഒരു കാര്യം പറയുന്നുണ്ട്. ഗിദെയോൻ രാത്രിയിൽ ഗോതമ്പ് മെതിക്കാനായിട്ട് കൊയ്യുവാനും മെതിക്കുവാനുമായിട്ട് ഒരു തീരുമാനമെടുത്ത് എഴുന്നേറ്റ് പോകുമ്പോൾ ദൂതൻ അപ്പുറം മാറിയിരുന്ന് എന്ത് ചെയ്യാ? ഗിദെയോനെ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരു സൂക്ഷിപ്പ്, ഒരു പരിപാലനം കർത്താവ് വച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കാര്യം പേടിക്കാം. മിദ്യാൻ വരട്ടെ, നശിപ്പിക്കാനുള്ള ശക്തി വരട്ടെ, കിഴക്കേ ദേശക്കാരൻ വരട്ടെ, അമാലേക്കൻ വരട്ടെ, ദുഷ്ടന്റെ ശക്തി എഴുന്നേൽക്കട്ടെ, പക്ഷെ ദൈവത്തിലെ പ്രത്യാശയുള്ളത് കൊണ്ട് നീ ധൈര്യമായിരിക്കുക എന്ന് പറയുന്നത്. പ്രത്യാശയുള്ളതുകൊണ്ട് ധൈര്യമായിരിക്കുക. സാധുക്കളുടെ പ്രത്യാശയ്ക്ക് കർത്താവ് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ഭംഗം വരുത്തുവാൻ അനുവദിക്കുന്ന ദൈവം അല്ല. പക്ഷെ അവൻ നമ്മോട് കൂടെയുണ്ട്. അവന്റെ ശക്തി നമ്മളെ വഴി നടത്താൻ മതിയായതാണ്. അങ്ങനെ ഗിദെയോൻ എന്ത് ചെയ്യാന്നറിയാമോ? ഈ കറുത്ത രാത്രി ജീവിതത്തിന്റെ പ്രതിസന്ധികൾ നിറഞ്ഞ അനുഭവങ്ങൾ, ഈ കാറ്റും കോളും അവസാനിക്കത്തില്ല, മിദ്യാന്റെ പക തീരത്തില്ല, വിളവ് നശിപ്പിക്കാൻ വേണ്ടി ഇവൻ എഴുന്നേൽക്കുന്നത് ഇനി ഒരു കാലത്തും മാറാൻ പോകുന്നില്ല. പക്ഷെ ഞാനൊരു തീരുമാനം എടുത്തു. എന്തെടുത്തു? രാത്രിയിൽ ഞാൻ എഴുന്നേൽക്കാൻ തീരുമാനമെടുത്തു. എനിക്കറിയില്ല, രാവിലെയും പരിശുദ്ധാത്മാവ് ഇതേ കാര്യം തന്നെ പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നത്. രാത്രിയിൽ ഞാൻ എന്ത് ചെയ്യും? എഴുന്നേൽക്കും. രാത്രിയുടെ യാമങ്ങളിൽ എഴുന്നേറ്റ് ദൈവസന്നിധാനത്തിൽ ആത്മാവിൽ പറയുന്ന ദൈവവൈതലേ, നിനക്ക് പരാജയം വരികയില്ല. പ്രതിസന്ധികളുടെ മധ്യത്തിൽ, വേദനകളുടെ മധ്യത്തിൽ, ഭാരങ്ങളുടെ മധ്യത്തിൽ
വാതിലുകളായാലും അത് തകർക്കാൻ കർത്താവിന് കാരണം ഞാൻ നിന്റെ കൈ പിടിച്ചിരിക്കുന്നു. കോരേശ് എന്റെ ഇടയിൽ, അവൻ എന്റെ ഹിതമൊക്കെയും നിർവഹിക്കും എന്ന 45 അധ്യായം അവൻ യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നത് പോലെ അതിന്റെ ആ 1-ാമത്തെ വാക്യം മുതൽ ഇങ്ങോട്ട് വായിക്കുമ്പോൾ ഞാൻ അവന്റെ കൈക്ക് പിടിച്ചിരിക്കുന്നു. ആമേൻ എന്ന തിരുവചനത്തിൽ വായിക്കുന്നത് വാതിലുകൾ അവന്റെ മുമ്പിൽ അടഞ്ഞു പോകത്തില്ല. അത് അടഞ്ഞു പോകാതിരിക്കാൻ തക്കവണ്ണം ഞാൻ അവന്റെ വലം കൈക്ക് എന്ത് ചെയ്തിരിക്കുന്നു. നമുക്ക് ചരിത്രം വായിക്കുമ്പോൾ പിന്നത്തേതിൽ ഒരു കാര്യം അറിയാം. പ്രൈസ് ദി ലോർഡ്. നെബൂഖദ്നേസറിന്റെ കാലഘട്ടം കഴിഞ്ഞിട്ട് അവൻ പിന്നീട് ഈ മേദ്യ പാർശ്യ സംസ്ഥാനത്തിൻ്റെതായ അനുഭവങ്ങളിലേക്ക് വരുമ്പോൾ എങ്ങനെ അതിന്റെ അകത്ത് പ്രവേശിക്കുമെന്ന് അറിയാതിരിക്കുമ്പോൾ ഒരു രാത്രിയിൽ ഒരുത്തന് തോന്നി ഈ ദേവാലയത്തിന്റെ പാത്രങ്ങളിൽ കുടിക്കാമെന്ന്. ആമേൻ. ബെൽശസ്സറിനെ നമുക്കറിയാം. തന്റേതായ പള്ളിയിറക്കിമേൽ എഴുതി കാണിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിന്റെ രാജ്യത്വം തൂക്കി നോക്കി നിന്നെ കുറവുള്ളവനായി കണ്ടിരിക്കുന്നു എന്നൊരു കാഴ്ചയും കാണിച്ചിട്ട് അരയുടെ ഏപ്പം നാട്ടിക്കൊടുത്തു. മാത്രമല്ല കേട്ടോ, അവൻ അന്നത്തെ ദിവസം ആ രാജ്യത്തിന്റെ 10 ആനയോളം പിടിച്ച് അവൻ തുറന്നു വച്ചിരുന്ന വാതിൽ അടയ്ക്കാൻ പോലും മറന്നു പോകത്തക്ക വിധത്തിൽ മഹത്തുക്കളും അവൻ മറ്റുള്ളവരും ഒക്കെ വീഞ്ഞു കുടിച്ച് മത്തരായി അവൻ തീർന്ന ഒരു രാത്രി. അവൻ ദൈവത്തിന്റെ വാക്തത്വം പോലെ കോരേശിന്റെ സൈന്യം, അല്ലെങ്കിൽ വാക്തത്വത്തിൽ മേദ്യ പാർശ്യ സൈന്യം, നെബൂഖദ്നേസറിന്റെ രാജ്യം അവൻ തന്നാൽ അവൻ നിയുക്തമായ മഹതിയാം ബാബിലോൺ കൈവശമാക്കാനിടയായിട്ട് നമുക്കറിയാതെ ആര് മഹത്വക്കളായാലും ആര് ബലവാന്മാരായാലും അവരൊരിക്കലും വിട്ടുതരത്തില്ലെന്ന് പറയുന്ന സാമ്രാജ്യത്തെ പോലും അവകാശപ്പെടുത്താൻ ഒരു ഭക്തനോട് ദൈവത്തിന്റെ ഒരു വാക്തത്വം മതി. ദൈവം ഒന്ന് കരം പിടിച്ചാൽ, ദൈവം ഒന്ന് വഴി നടത്തിയാൽ എത്ര വലിയ ഇരുമ്പ് ഗേറ്റുകളും നിനക്ക് മുമ്പിൽ തുറക്കും. നോക്കൂ, പത്രോസിനെ 4 ഗേറ്റുകൾക്കുള്ളിലാണ് 44 ചേവകർ അവന്റെ ഉള്ളിൽ അടയ്ക്കപ്പെട്ട ആ ഒരു അനുഭവത്തിലായിരിക്കുന്നത്. തുറക്കാൻ ഒരു സാധ്യതയും ഇല്ല എന്ന് തോന്നുന്ന അനുഭവത്തിൽ പത്രോസ് ആയിരിക്കുമ്പോൾ പത്രോസിനെ കൊല്ലുവാനുള്ള ഇച്ഛയാ. യാക്കോബിനെ വാൾ കൊണ്ട് കൊന്നു കഴിഞ്ഞു, ഇനി ഒരിക്കലും പുറത്തു വരാൻ സാധ്യതയില്ലെന്നുള്ള തോന്നൽ. പക്ഷേ രാത്രി ദൈവത്തിന്റെ ദൂതൻ പത്രോസിന്റെ അടുക്കൽ. പത്രോസ് സ്വസ്ഥമായി ഉറങ്ങുക. ദൈവത്തിലെ ഒരു കാര്യം ഞാൻ പറയാം, പ്രാർത്ഥിക്കാൻ നീ രാത്രി എഴുന്നേറ്റോ, പക്ഷെ അല്ലാത്തപ്പോഴൊക്കെ നീ സ്വസ്ഥമായി ഉറങ്ങിക്കോണം. ഞാൻ നിർഭയനായിരിക്കും. എന്താ കാര്യം? അവൻ എന്നോട് കൂടെയുണ്ട്. അവൻ ഉറക്കത്തിൽ തന്റെ പ്രിയനെ കൊടുക്കുന്നെങ്കിൽ വിശ്വസ്തയോടുകൂടെ ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ഒരു ദൈവ പൈതലിന് ധൈര്യമായിട്ട് ഉറങ്ങാം. ഭയപ്പെടാൻ ഒന്നുമില്ല. ഭയപ്പെടേണ്ടെന്ന് പറയുന്ന ദൈവത്തിന്റെ സാന്നിധ്യം നാം ഓരോരുത്തരെയും ആത്മാവിൽ നയിക്കാൻ കൂടെ ഉണ്ടെങ്കിൽ നിന്റെ പ്രതിസന്ധികളുടെ മുമ്പിൽ നീ പതറിപ്പോകേണ്ടതില്ല. മറിച്ച് ജയത്തിന്റെയും ഉല്ലാസത്തിന്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരത്തിൽ പകരുന്ന ഒരു കർത്താവ് നമുക്കുണ്ടെന്ന് വിശ്വസ്തയോടുകൂടെ ഈ ദിവസങ്ങളിൽ നിന്നോണം. ആ ധൈര്യം നമുക്കുണ്ടെങ്കിൽ ഭയപ്പെടേണ്ട ദൈവവൈതലെ കൈപിടിക്കുന്നവനുണ്ട്. കോരേശിനോട് പറഞ്ഞു, കോരേശ് ആരാ? ജാതീയ രാജാവ്. കർത്താവിനെ അവൻ അറിയത്തില്ല, പക്ഷെ അവനെ കുറിച്ച് പോലും കർത്താവ് പറയും അവൻ എന്റെ ഇടയനെന്ന്. അപ്പൊ ദൈവത്തെ സേവിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാരെ, ദൈവത്തിന്റെ ഭക്തന്മാരെ, കർത്താവിന്റെ വിളിക്ക് വേണ്ടി ചുമൽ കൊടുത്ത് പാരമ്പര്യത്തിന്റെ മുഖം വലിച്ചെറിഞ്ഞവരെ ദൈവം നിങ്ങളോട് എത്ര വിശ്വസ്തനായിരിക്കും. പാരമ്പര്യം പറയാനില്ലാഞ്ഞിട്ടല്ല, അതിന്റെ മുഖത്തെ ഉയർത്തിപ്പിടിക്കാൻ ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ അതിനെയൊക്കെയും ക്രിസ്തു നിമിത്തം ചപ്പെന്നും ചവറെന്നും എണ്ണിയിട്ട് കർത്താവിനായി ഇറങ്ങിത്തിരിക്കുവാൻ നമ്മൾ കാണിച്ച സ്ഥൈര്യത്തിന്റെ മുൻപിൽ സ്വർഗം തീർച്ചയായും എഴുന്നേൽക്കാതിരിക്കത്തില്ല. സ്തെഫാനോസ് ഹല്ലേലൂയ കല്ലെറിയപ്പെടാനാണ് ഏൽപ്പിച്ചത്, പക്ഷെ അതിന്റെ മുൻപിൽ സ്വർഗത്തിലെ ദൈവം എന്ത് ചെയ്തു? എഴുന്നേൽക്കാനിടയായി തീർന്നു. എന്റെ വേദനകളുടെ നടുവിലാകട്ടെ, നിന്റെ പ്രതിസന്ധിയുടെ നടുവിലാകട്ടെ, ഹല്ലേലൂയ കർത്താവിന് വേണ്ടി നെഞ്ചും നെറ്റിയും കാണിച്ചു നിൽക്കുന്നതിന്റെ പേരിൽ ലോകം നിന്നെ വിധി എഴുതുമ്പോഴാകട്ടെ, നിനക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന ഒരു കർത്താവുണ്ട്. കർത്താവ് എഴുന്നേറ്റാൽ ശത്രുക്കൾ ചിതറിപ്പോകുക തന്നെ ചെയ്യും. ജാതീയ രാജാവായ ഒരു കോരേശിന് സ്വർഗം ഒരു വാഗ്ദത്തം കൊടുത്തിട്ട് ഇപ്രകാരം ഒരു കാര്യം ചെയ്തെങ്കിൽ തന്റെ ഭക്തന് വേണ്ടി അവൻ എത്രയധികം ചെയ്യും. കർത്താവ് ചിലതൊക്കെ ദൈവസഭയ്ക്ക് വേണ്ടി ചെയ്യുമെന്ന് പരിശുദ്ധാത്മാവിൽ വിളിച്ചു പറയട്ടെ. ഈ കൂട്ടായ്മയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ഈ ദിവസങ്ങളിൽ ചിലത് ആത്മീയമായും ചിലത് ഭൗതികമായും ചെയ്തെടുക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. നിങ്ങൾ എന്റെ കൂട്ടായ്മയിൽ സഹകരിക്കുന്നത് കൊണ്ടല്ല, എന്റെ ഈ കൂട്ടത്തിലേക്ക് നിങ്ങൾ ക്ഷണിച്ചത് കൊണ്ടുമല്ല, കർത്താവ് നിങ്ങളുടെ നടുവിലുണ്ട്. ഞാനല്ലെങ്കിൽ
മറ്റൊരാൾ ഇത് വന്ന് ഇവിടെ പറയുമായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. ഇതൊന്നും പറഞ്ഞില്ലെങ്കിലും സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ നടുവിലുണ്ട്. നിങ്ങളുള്ള എരിവ് ഞാൻ ദൈവത്തെ ഓർത്ത് ഞാൻ മഹത്വീകരിക്കുകയാണ്. ഈ എരിവ് അന്ത്യത്തോളം നിലനിർത്തുവാൻ എപ്പോഴും ശ്രമിക്കണമെന്നൊരു അപേക്ഷ മാത്രമേ ആ കാര്യത്തിലുള്ളൂ. അവൻ ആത്മാവിന്റെ ഈ എരിവ് പൗലോസ് ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ ബൈബിളിലെ വാക്യം ഒന്നും വായിപ്പിച്ചില്ലല്ലോ എന്ന് നിങ്ങൾ ഭാരപ്പെടണ്ട. കാരണം രാവിലെ ഒരു വചനം വായിച്ചിട്ടുണ്ട്. ആ വചനത്തെ തുടർന്ന് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മുമ്പോട്ട് പോകുന്നത്. കർത്താവ് ഇതിനെ നിയന്ത്രിച്ചുകൊള്ളും. കർത്താവ് അതിനു വേണ്ടുന്ന ആലോചനകൾ പറഞ്ഞല്ലോ. 1-ാമത്തെ സങ്കീർത്തനത്തിലെ 1-ാമത്തെ വാക്യം തുടങ്ങി ഇതിന്റെ 3-ാമത്തെ വാക്യം വരെയാണ് നാം രാവിലെ വായിച്ചത്. വനാറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. നോക്കുക, അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. അവൻ ഇരുമ്പ് വാതിലുകളെ തകർക്കണമെങ്കിൽ സാധിക്കും. അവന് പൈശാചിക ശക്തികളെ പുറത്താക്കണമെങ്കിൽ സാധിക്കും. അവൻ രോഗികളുടെ മേൽ കൈവച്ചാൽ സാധിക്കും. ഒരു നദിയുണ്ട്, അതിന്റെ തോടുകൾ അവൻ ദൈവം നഗരത്തെ അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു എന്ന് പറയുന്ന ഒരു നദിയുടെ നടുവിൽ ഒഴുകുന്നത് ആത്മാവിൽ കാണുകയാണ്. ദിവസമെല്ലാം നദി നിലനിർത്തിക്കൊള്ളണം. അന്ത്യം വരെയും എന്ന കർത്താവ് ഗംഭീരനാദത്തോടുകൂടെയും പ്രധാനത്തിന്റെ ശബ്ദത്തോടുകൂടെയും ആരാധിക്കുമ്പോ വിടുതൽ നടക്കുന്നുണ്ട്. വചനം ശ്രവിച്ചവരുടെ മേൽ ആത്മാവ് വന്നെങ്കിൽ ആത്മാവിന്റെ വിടുതൽ ഇവിടെ സംഭവിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് അവൻ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഭവനത്തിന്റെ അകത്തളങ്ങളിൽ അത് ചെയ്യുകയാണ്, വ്യക്തികളിൽ അത് ചെയ്യുകയാണ്, കുടുംബത്തിൽ നിന്ന് തലമുറയിൽ നിന്റെ ഭാര്യയിൽ നിന്റെ ഭർത്താവിൽ കർത്താവ് ചെയ്തുകൊണ്ടേ ജാതീയനായ ഒരു വ്യക്തിക്ക് വേണ്ടി അവൻ എന്റെ ഇടയനാന്ന് പറയാൻ മനസ്സ് കാണിച്ച കർത്താവ് അവന് വേണ്ടി ഹല്ലേലൂയ കൽദയ പട്ടണത്തിന്റെ വാതിലുകൾ തുറന്നിട്ടു. ബാബിലോൺ എന്ന് പറയുന്ന സാമ്രാജ്യ നഗരം അവൻ ഏൽപ്പിക്കപ്പെട്ടു. എന്തിനു വേണ്ടിയാ? യഹൂദന്റെ വിടുതലിന് വേണ്ടി. 70 വർഷം കഴിയുമ്പോൾ ആമേൻ അവരുടെ വിടുതൽ നടക്കുമെന്ന് യിരെമ്യാ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്ത ആമേൻ വാഗ്ദത്തത്തിന്റെ വിടുതലിന് വേണ്ടി സ്വർഗത്തിലെ ദൈവം ചിലത് ചെയ്തെങ്കിൽ പ്രിയപ്പെട്ടവരെ, ദൈവം ചെയ്ത വാഗ്ദത്തങ്ങൾ മാറിപ്പോകത്തില്ല. കർത്താവ് പറഞ്ഞ പിന്നെ മാറ്റമില്ല കേട്ടോ. ആമേൻ ആമേൻ എന്നേ അവൻ പറയത്തുള്ളൂ. ആമേൻ ആമേൻ എന്ന് പറയുക. ചില കാര്യങ്ങൾ കർത്താവ് ആമേൻ പറയുക, അങ്ങനെ തന്നെ എന്ന് പറയുക. ജീവിതത്തിന്റെ മുഖത്ത് സംഭവിക്കത്തക്കവണ്ണം ദൈവത്തിന്റെ കരം ചലിക്കാൻ തുടങ്ങുകയാണ്. എന്നാൽ അങ്ങനെ തന്നെ സ്വർഗത്തിലെ ദൈവം ഒപ്പിടുന്നതിനായി ആമേൻ പറയുന്നു. നിങ്ങൾ സൈൻ ചെയ്യുന്നത് എന്താണോ അത് ആമേൻ ആമേൻ. ആമേൻ എന്ന പദത്തിന്റെ അകത്ത് സ്വർഗത്തിലെ ദൈവത്തിന്റെ സർവ്വ അതോറിറ്റി. അങ്ങനെയാണെങ്കിൽ അതോറിറ്റി വെളിപ്പെടുത്താൻ പോവാ കർത്താവ്. കർത്താവ് ചെയ്തു.
പോലെ അവൻ ആരെന്നറിയാമോ? അവൻ ആർക്കും കടക്കാരനല്ല. നിങ്ങളിവിടെ അവൻ പാടിയ പാട്ടുകളൊക്കെ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. കൊച്ചു കൂട്ടത്തിൽ പരിശുദ്ധാത്മാവിന്റെ ഒരു ചലനം ആ പാട്ടുകളിൽ പോലും ഞാൻ കാണാനിടയായിട്ടുണ്ട്. ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നിന്ന് തന്നെ ഞാൻ പറയുന്നത് ആ മുഖസ്തുതിയോ ചക്കരവാക്കോ ഒന്നും പറയരുത്. പറഞ്ഞിട്ട് എനിക്ക് നിങ്ങളുടെ അടുത്തുനിന്ന് ഒന്നും നേടാനില്ല. പക്ഷെ ഞാൻ പറയാം, കർത്താവ് നിങ്ങളുടെ ഇടയിലുണ്ട്. കർത്താവ് ഇടയിലുണ്ട്. നിലനിർത്തിക്കൊള്ളണം കേട്ടോ. പലയിടത്തു നിന്നും കർത്താവിനെ പുറത്താക്കി കഴിഞ്ഞു. അവൻ ഇപ്പം വാതുക്കൽ നിന്ന് കർത്താവ് മുട്ടുന്നെന്ന് ഞാൻ രാവിലെ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കട്ടെ. പലയിടത്തും ഇന്ന് കർത്താവില്ല, കർത്താവിന്റെ സാന്നിധ്യമില്ല. അവൻ തിയോളജി പറയാൻ എല്ലാവർക്കും അറിയാം. പക്ഷേ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് എത്രയോ പിന്നിലോട്ട് പോയി കഴിഞ്ഞു. മാനുഷിക വാക്യങ്ങളിൽ എഴുതിയ തിയോളജിയല്ല, സ്വർഗത്തിലെ ദൈവത്തിന്റെ ആത്മാവിനാൽ രചിക്കപ്പെടുന്ന ആത്മീയ ശുശ്രൂഷ വേണം. അവൻ തിയോളജിക്ക് ഞാൻ എതിരല്ല, തിയോളജി വേണം. പക്ഷേ ഹല്ലേലൂയ, അവൻ ആര് പഠിപ്പിച്ച തിയോളജിയാ? പത്രോസ് പ്രസംഗിച്ച ദൈവവചനെ അവൻ ആരാ തിയോളജി പഠിപ്പിച്ച? കർത്താവിന്റെ കൂടെ നടന്നപ്പം ഇന്ന ശുശ്രൂഷ ഇന്നതുപോലെ ചെയ്യണമെന്ന് പഠിപ്പിച്ചതല്ലാതെ അവൻ തലനാരിഴകീറിയല്ല അവരെ പഠിപ്പിച്ചത്. ഇന്ന് നമുക്കാർക്കും മനസ്സിലാകാത്ത വിധത്തിൽ കടിച്ച പൊട്ടാത്ത പദങ്ങളും അവൻ വാക്കുകളും ഉപയോഗിച്ച് പഠിപ്പിക്കുന്ന തിയോളജി പലപ്പോഴും നമുക്ക് മനസ്സിലാകുന്നില്ല. എന്നാൽ ഞാൻ ഒരു കാര്യം പറയാം, നീ പാവിയാണ്, നിനക്ക് വേണ്ടി യേശു ക്രൂശിൽ മരിച്ചുവെന്ന് സിമ്പിളായിട്ട് സുവിശേഷം പറഞ്ഞ് അത് ജനത്തിന്റെ ഇടയിലേക്ക് ദൈവത്തിന്റെ വചനം അത് കത്താനിടയായിത്തീരുന്നു. അവൻ നിനക്ക് വേണ്ടി അവൻ മരിച്ചു. അവൻ മരിക്കുക മാത്രമല്ല, യേശു മരിച്ചിട്ട് ജീവിക്കുന്നു എന്ന്. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തപ്പെട്ട യേശുവാകുന്നു എന്റെ സുവിശേഷം. ഹല്ലേലൂയ. ഇതൊന്ന് സിമ്പിൾ ആയിട്ടൊന്ന് പറഞ്ഞ് ജനം മാനസാന്തരപ്പെടും. എഴുന്നേറ്റ് നിന്ന് അവൻ ഹല്ലേലൂയ പ്രാസം ഒപ്പിച്ചൊക്കെ പ്രസംഗിക്കുമ്പോൾ പലപ്പോഴും അവൻ ഞാനതിനൊന്നും എതിരല്ലെങ്കിൽ കൂടെ അവൻ ദൈവത്തിന്റെ വല്ല ചലനവും ഇന്ന് നടക്കുന്നുണ്ടോ എനിക്കറിയില്ല. കേൾക്കാൻ ഭംഗിയുള്ളത്, അവൻ കേൾക്കാൻ ഇമ്പമൊക്കെ നടക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും ദൈവപ്രവർത്തി കാണുന്നില്ല. ഒരുത്തന് വേണ്ടി അവൻ നിൽക്കാൻ ഇന്ന് ആർക്കും സമയമില്ല. 50 കുറഞ്ഞ ഒരാൾക്ക് വേണ്ടി പ്രസംഗിക്കാൻ ഇന്ന് പ്രസംഗന്മാരില്ല. എത്ര പേരുണ്ടെന്ന് ചോദിച്ചിട്ടേ എന്ത് ചെയ്യുള്ളൂ? പലരും വരത്തുള്ളൂ. ദൈവത്തിലെ ഒരുത്തന് വേണ്ടി ഒരുത്തിക്ക് വേണ്ടി അവൻ നിൽക്കുന്ന കർത്താവ് നമ്മുടെ കർത്താവ്. സുഖാർ എന്ന കിണറിന്റെ കരിയിലേക്ക് ശമരിയക്കാരിയായ അതും അർത്ഥാൽ അവൻ പാപിനിയായ ഒരു സ്ത്രീ അടുക്കലേക്ക് ചെന്നിട്ട് അവൻ ദാഹിക്കുന്ന ജലം, അവൻ ദാഹത്തിനുള്ള ജലം, അവൻ സത്യസുവിശേഷം എന്ന ജലം, നീതിയുടെ ജലം ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞ് അടുക്ക പോയ കർത്താവ് നമ്മുടെ സ്നേഹിതൻ. ഇതല്ലേ കർത്താവിന്റെ സ്നേഹം? അയ്യോ ഇന്ന് 500 പേരില്ലെങ്കിൽ അവൻ ഞാൻ കൺവെൻഷന് വരത്തില്ലെന്ന് പറയുന്നവര്, ഞാൻ പറയട്ടെ, ഒരു വ്യക്തിയുള്ളെങ്കിലും ഒന്ന് പോകാനുള്ള മനസ്സുണ്ടെങ്കിൽ സ്വർഗം അതിലന്ന് നമുക്ക് മാറാം. ഇങ്ങനെ ഒരു സുവിശേഷം ഉണ്ട്. അങ്ങനെ ഒരു സുവിശേഷം ഇപ്പൊ ഉണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു സുവിശേഷം ഉണ്ട്. അവൻ ഡമസ്കോസിന്റെ പടിവാതിൽ കുലയും നിശ്വസിച്ചുകൊണ്ട് അവൻ പ്രമാണവും അവൻ വാങ്ങി അവൻ മഹാപുരോഹിതന്മാരുടെ അടുക്കൽ നിന്ന് സഭയെ ഉപദ്രവിക്കാനായിട്ട് കടന്നു പോകുന്ന പൗലോസ് അവൻ ശബ്ദത്തിന്റെ മുമ്പിൽ വീണു. അവിടെ ചോദിച്ചു, നീ ആരാ കർത്താവ് എന്ന്. ആ വീഴ്ച അവൻ തിരിച്ചറിവുള്ളവനാക്കി മാറ്റി. ഇന്ന് പലരും അവൻ ഹല്ലേലൂയ കേട്ടാലും തിരിച്ചറിയാത്തവരായി കിടക്കുമ്പോൾ ദൈവത്തിലെ നമ്മൾ വിളിച്ചവൻ ഉണ്മയുള്ളവൻ. സാന്നിധ്യത്തിൽ നിന്നോണ്ട് അവൻ പാടിക്കോ. അവൻ ഇന്ന് രാവിലെ നമ്മൾ പാടിയില്ലേ, ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും എന്ന്. ഈ ജയം തരുന്ന കർത്താവ് നമ്മളെ. ഞാൻ പറഞ്ഞത് സാമാന്യരും പഠിപ്പില്ലാത്തവരുമായ ആളുകളുടെ നാവിന്മേൽ വിരിഞ്ഞ സുവിശേഷത്തിനാണ് ഇപ്പോൾ തിയോളജിയുടെ അവൻ ഇഴകീറി പരിശോധിക്കുന്ന പഠനങ്ങളുള്ളത്. ഞാനതിനെതിരല്ല. പഠിക്കണം, തീർച്ചയായിട്ടും കർത്തൃദാസന്മാർ ദൈവവചനം പഠിക്കണം, സഭയെ നയിക്കാനായിട്ട് പഠിക്കണം. അവൻ ഇതൊക്കെ അത്യാവശ്യമാണെങ്കിൽ കൂടെ ഇതൊന്നും അല്ല കർത്താവ് ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത്. അവനോടുള്ള സ്നേഹമാണ്. അതിൽ കൂടെ വളരുന്ന ഒരു ആത്മീകതയുണ്ട്, അതിൽ കൂടെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അനുഭവമുണ്ട്. ഇതൊക്കെ അവൻ ഹല്ലേലൂയ. അന്ന് ബൈബിൾ കോളേജ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. തുറന്നോസിന്റെ പാഠശാല എന്നൊക്കെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. വചനം സംവദിച്ചിരുന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ അതിനൊന്നും എതിരല്ലെന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുക, അവൻ ആത്മാവിന്റെ തീ നമ്മുടെ ഉള്ളിലില്ലെങ്കിൽ അവൻ ഈ തിയോളജിയുടെ അങ്ങേറ്റത്തെ ഡിഗ്രി എടുത്തിട്ട് ഒരു കാര്യമില്ല. കാരണം എന്താണെന്നറിയാമോ? നമ്മുടെ ആൾക്കാരെടുക്കുന്ന ബിഡി തിയോളജി തന്നെ, ആ തിയോളജി തന്നെ അവൻ നമ്മുടെ അച്ഛന്മാരും എടുക്കുന്നുണ്ട്. അല്ലേ? ശരിയാണോ? ഞാൻ പറഞ്ഞ വല്ല തെറ്റുണ്ടോ? ഒരു കാര്യമില്ല. ദൈവത്തിലെ ആത്മാവിന്റെ ഉള്ളിൽ
നിങ്ങളുടെ ഉള്ളിൽ ചലിക്കുന്നത്. കർത്താവിന്റെ ദാസിമാരെ, നിങ്ങൾ ചലിക്കുന്ന ഒരു അഭിഷേകത്തിന്റെ അഗ്നിയുണ്ട്. അതുകൊണ്ട് ചിലതിനെ ദേശത്തെ കൈവശമാക്കാൻ പറ്റും. ഇങ്ങനെ ഇരുന്നാ പോരാ. അവൻ ആത്മാവിൽ ജനിക്കുന്ന ഒരു അഭിഷിക്തനായി ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് അവൻ കർത്താവിന്റെ സാക്ഷ്യം വഹിച്ച അവന്റെ കൽപ്പനകളെ വീരനായി തീരണമെന്ന് പരിശുദ്ധാത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ. കർത്താവ് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. കർത്താവിന്റെ കരം തലമേൽ നിൽക്കുന്നത് ദൈവത്തിന്റെ ആത്മാവിനെ കാണിക്കുകയാണ്. മുറിവേറ്റ കരമുണ്ട്, കർത്താവ് മുൻനിരയിൽ കൊണ്ടുവരുമെന്ന് മുൻനിരയിലേക്ക് എഴുന്നേൽക്കുവാൻ സ്വർഗ്ഗം ഉപയോഗിക്കുമെന്ന്. മുഖാമുഖം ഇന്നാണ് കാണുന്നത്, പക്ഷെ പരിശുദ്ധാത്മാവിനെ തെറ്റ് പറ്റത്തില്ല. ഉത്തമമായി നിങ്ങൾക്കും ചെയ്യുവാനുണ്ട് ചിലത്. അതുകൊണ്ട് അവന്റെ കൈക്കീഴിൽ ഇണങ്ങുന്ന ഒരായുധമായി ഏൽപ്പിക്കപ്പെടുവാൻ ഇടയായി തീരുമെങ്കിൽ ആമേൻ അഖിലാവും പ്രിസ്കയും ചെയ്തതുപോലെ നിങ്ങൾക്കും ചെയ്യാം. ഇതല്ലോ കർത്താവിനെ ഉപയോഗിക്കാൻ ചെയ്യും. പ്രവൃത്തിക്ക് വേണ്ടി അവൻ കണ്ട ദൈവജനമേ, ദൈവരാജ്യത്തിന് വേണ്ടി ദിവസങ്ങളിൽ ഓടാൻ അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരിൽ ഞാൻ ഒട്ടും കുറവുള്ളവനല്ല. അകാല പ്രജ പോലെയുള്ള എനിക്ക് എന്ത് ചെയ്തു ഈ വിളിയിലേക്ക് വരാൻ പറ്റി. അകാല പ്രജ ആയിട്ടാണെങ്കിൽ കൂടെ അവൻ എന്ന് പറഞ്ഞാൽ ഇച്ചിരി വൈകിയെന്ന് തോന്നിയാലും വൈകിട്ടില്ല, കൃത്യസമയത്താണ് കർത്താവ് വിളിച്ചത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ സാക്ഷ്യം അവൻ കൽപ്പനയും പ്രമാണിച്ച് ദൈവത്തിന്റെ രാജ്യത്തെ കൽപ്പന പ്രമാണിക്കുന്നവൻ ഒരു ദോഷവും വരത്തില്ല. കർത്താവിന് വേണ്ടി ഹൃദയം കൊടുത്തിട്ട് ദിവസങ്ങൾ ചേർന്നവനോട് അവൻ ചില ആഴമേറിയ കാര്യങ്ങൾ ആഴത്തിൽ നിന്നുള്ള വേർപാടുകളിലേക്ക് ദൈവത്തിന് ചിലതിൽ ആമേൻ പ്രവർത്തിക്കാനും കർത്തൃകരം നിനക്കായി ദിവസങ്ങളിൽ ദൈവത്തിന്റെ ശബ്ദമാകുന്ന യേശുവിന്റെ ആത്മാവ് പ്രവചനത്തിന്റെ ആത്മാവ് അതുകൊണ്ട് നിറയ്ക്കാൻ പോകും. അതിനുവേണ്ടി ദിവസങ്ങൾ ശക്തമായി ജാഗരിച്ചു, വേഗത്തിൽ പുറത്തു വേഗത്തിൽ പുറത്തു വരുന്ന പരിശുദ്ധാത്മാവ്. ആമേൻ. ദൈവത്തിന്റെ ആത്മാവ് ശാസനത്തിന്റെയും നീതീകരണത്തിന്റെയും നീകരണത്തിന്റെയും ആത്മാവാണ്. ദൈവത്തിന്റെ പ്രവചന ശബ്ദം എന്ന് പറയുന്നത് അനുഗ്രഹം മാത്രം പ്രവചിക്കുന്നതല്ല. പാപത്തെ കുറിച്ചും നീതിയെ കുറിച്ചും ന്യായവിധിയെ കുറിച്ചും ബോധം വരുന്നത്. അത് ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യസനത്തിനുമുള്ള ആ തരത്തിലൊരു ആത്മാവ് കൊണ്ട് ദൈവത്തിന്റെ ആമേൻ ദാസിയെ കർത്താവ് നിറയ്ക്കാൻ ആഗ്രഹിക്കുന്നു. നിനക്ക് പരിശുദ്ധാത്മാവ് എന്നോട് പറയും. കാരണം നട്ടിട്ടുള്ള തയ്യെ ആമേൻ വളർത്തുന്നത് ദൈവത്തിന്റെ ഹിതപ്രകാരം, ദൈവത്തിന്റെ വചനപ്രകാരം നിലവാരത്തിൽ അഭിഷേകം കൊണ്ട് നിറയ്ക്കാൻ പറയട്ടെ. ഇതിനകത്തിരിക്കുന്ന വാഞ്ചിതരായ ചിലരുടെ മേൽ കർത്താവ് പിന്നെയും വലിയ ആത്മശക്തിയുടെ നിങ്ങൾ കൈവയ്ക്കുമ്പോൾ ആദ്യം പറഞ്ഞതുപോലെ രോഗികൾ സൗഖ്യമാകും, ഭൂതങ്ങൾ പുറപ്പെട്ടു, ദുഷ്ടവ്യാപാര ശക്തികൾ അഴിഞ്ഞു മാറാൻ, വെളിപ്പാടിന്റെയും ദർശനത്തിന്റെയും ആത്മാവിനെ കൊണ്ട് ദൈവസഭയെ കർത്താവ് നിറയ്ക്കാനിടയായി. പുതിയ നിയമ ശുശ്രൂഷ എന്ന് പറഞ്ഞത് ഇതാണ്. ഇന്ന് ആ വെള്ളം വറ്റിപ്പോയ തലത്തിലാണ്, പക്ഷെ ഇതിന്റെ അകത്തൊരു നദി ഉണ്ടെങ്കിൽ അതിന്റെ തോടുകൾ അത്യന്തമായി വെളിപ്പെട്ടു വരും. ദൈവത്തിന് ഇത് ആരുടെ മേലൊക്കെ പകരുവെച്ചാൽ എല്ലാവരുടെ മേലും വാഞ്ചിക്കുന്നവരുടെ മേൽ അവൻ രക്ഷിക്കുന്നവൻ വരുന്നവന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ ദിവസങ്ങളിൽ അത് ശക്തമായി ദൈവാത്മാവിൽ ഞാൻ പറയട്ടെ.
ചണ്ടിക്കുമാരങ്ങളിൽ കല്ലുകളെ ജീവിപ്പിക്കാൻ കർത്താവിന് കഴിയും. ദേശത്തോട് സഭയോട് കർത്താവ് വിളിച്ചു പറയുന്നത് അങ്ങനെയാ. അബ്രഹാമിന് കല്ലുകളിൽ നിന്ന് മക്കളെ ഉളവാക്കി തരാൻ കർത്താവിന് കഴിയും. ദിവസങ്ങളിൽ എന്റെ ജനം ശക്തമായി പ്രാർത്ഥിച്ചു. ചില ദൈവിക വിടുതലുകൾ ഇതിന്റെ അകത്ത് വരുവാനുണ്ട്. അതോടൊപ്പം തന്നെ പറയാം, പ്രാർത്ഥനയാലും ഉപവാസത്താലുമേ ചിലതിനെ അഴിച്ചു മാറ്റാൻ പറ്റും. ചില ജാതീയ ശക്തികളുടെ മേൽ ജയമെടുക്കണമെങ്കിൽ പ്രാർത്ഥിച്ചും ഉപവസിച്ചും പ്രത്യേക കൃപകളെ എന്ത് ചെയ്തോണം, പ്രാപിച്ചോണം. അങ്ങനെയാണെങ്കിൽ കർത്താവ് ചിലത് ചെയ്യാനിടയാണ്. ആശ്ചര്യത്തിൽ നട്ടിരിക്കുന്ന ഒരു വൃക്ഷം, അതിൽ നിന്ന് വലിച്ചു കുടിക്കുന്ന ഒരു വൃക്ഷം ഇതിന്റെ ഫലം ഒന്നൊന്നായി ഉളവാക്കാനിടയാണ്. പ്രവാചകന്റെ പുസ്തകം 47-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ ഒരു നദിയുണ്ട്. ആ നദിയുടെ കരയ്ക്കൽ നിൽക്കുന്ന യഹസ്കേല് ഓരോ മുഴവും അളക്കുമ്പോൾ അതിലേക്ക് ഇറങ്ങി ചെന്നു. നരിയാണിയോളം, മുട്ടോളം, ആഴയോളം നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത ആഴങ്ങളിലേക്ക് ഈ ദിവസങ്ങളിൽ നമ്മുടെ കയ്യിൽ ആലോചന വയ്ക്കാതെ ആ നദിയിലേക്ക് ഒന്ന് ഇറങ്ങാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട ഒരു നദി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിന്റെ തോടുകൾ പോലും അത്യുന്നതന്റെ നിവാസത്തെ തോട് നമ്മൾ പരിശുദ്ധാത്മാവ് ഒരു നദിയായി നമ്മിലേക്ക് ഒഴുകുകയാണ്. കൈവഴിയായി പിരിയുന്ന തോടുകളായി നാം ഈ ദിവസങ്ങളിൽ ഏൽപ്പിക്കപ്പെടാമോ? കർത്താവേ, ഞങ്ങൾ ഒഴുകാൻ റെഡി. തോടുകളായി ഒഴുകാൻ റെഡി. ഒരു നദിയിൽ നിന്ന് ഒരിടത്തു നിന്ന് ചെന്ന് പറയാറുണ്ട്. അപ്പോൾ തന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ശൂന്യശിഷ്ടങ്ങളിൽ മേൽ കർത്താവ് പണിയാൻ പോവുക. പറഞ്ഞ ചില ശൂന്യതകളുണ്ടല്ലോ, കർത്താവ് കേട്ടിട്ടുണ്ട്. ശൂന്യശിഷ്ടങ്ങളിൽ കർത്താവ് പണിയാനായി പോവുകയാണ്. ഒരു കാര്യം ഓർക്കുക, 1-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകം 1-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു കാര്യം കാണാൻ കഴിയുന്നുണ്ട്. ആദിയിൽ എന്ത് ചെയ്തു? ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. എന്നാൽ ഭൂമി പാഴും ശൂന്യവുമായി ഭവിച്ചു. നോക്കണമേ, ദൈവം സൃഷ്ടിച്ചത് ഒന്നും പാഴായിരുന്നില്ല, ദൈവം സൃഷ്ടിച്ചത് ഒന്നും ശൂന്യമായിരുന്നില്ല. എന്നാൽ പിന്നത്തേതിൽ അത് പാഴായി ഭവിക്കത്തക്കവണ്ണം ഇതിന്റെ മേൽനോട്ടം ഏൽപ്പിച്ച പിശാചിന് ഒരിക്കൽ തോന്നി. പിശാചിനെ അല്ല ഏൽപ്പിച്ചത്, നല്ലൊരു ദൂതനെ, നല്ലൊരു കെരൂബിനെ നന്നായി നിർമ്മിച്ച് പുഷ്യരാഗവും നഹവർണിയും തുടങ്ങിയ രത്നഖചിതങ്ങളായ നിർമ്മിതിയായിരുന്നു പക്ഷെ പുള്ളിക്ക് ഒരു ദിവസം തോന്നി ഞാൻ അത്യുന്നതന്റെ മേലെ എന്ത് ചെയ്യും. നോക്കുക, ദൈവത്തിന്റെ ആത്മാവ് എപ്പോഴും കീഴടങ്ങുന്ന ആത്മാവ്. പൈശാചിക ആത്മാവിന്റെ ഒരു പ്രത്യേകതയുണ്ട്, ഇത് ഉയരത്തി കയറാൻ വേണ്ടി, അതായത് ദൈവത്തെക്കാളും വലുതാവാൻ വേണ്ടി ആഗ്രഹിക്കുക. ഗുരുവിന്റെ ആത്മാവ് ആണെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഗുരുവിനോളം ആകുന്നത് ശിഷ്യന് മതി. പക്ഷെ അല്ലാത്തൊരാത്മാവാണെങ്കിൽ എന്താ കുഴപ്പമെന്നറിയാമോ? അതിന് മീതെ കയറാനായിട്ട് നോക്കും. ഇങ്ങനത്തെ ഒരു ആത്മാവിന് ഉണ്ടായി. അവൻ പറഞ്ഞു, ഞാൻ സ്വർഗോന്നതങ്ങളിൽ അത്യുന്നതന്റെ വാസസ്ഥലത്തിന് മീതെ ഒന്ന് കയറി എന്റെ കൂടാരം, എന്റെ ഇരിപ്പിടം വെക്കും, എന്റെ സിംഹാസനം വെക്കുമെന്ന് ഒറ്റ നിമിഷത്തെ ചിന്തയുള്ളൂ. സ്വർഗത്തിലെ ദൈവം ഒരൊറ്റ വെട്ട എന്ത് ചെയ്തു? വെട്ടേറ്റ കെരൂബ് താഴെ കിടക്കുകയാ. ഭൂമിയും അതോടെ എന്തായി തീർന്നു? ശാപഗ്രസ്തമായി തീർന്നു. ശൂന്യതകളിലേക്ക് ഭവിക്കുവാനിടയായി തീർന്നു. ഭവിച്ചു എന്നാണ് മൂലഭാഷയിൽ നാം അത് കാണുമ്പോൾ. ഞാൻ മൂലഭാഷ പഠിച്ചിട്ടില്ല, അത് വായിക്കാൻ പോലും എന്റെ അക്ഷരം പോലും എനിക്ക് അറിയത്തില്ല. പക്ഷേ അങ്ങനെയാണ് വേദപണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പറയുന്നത്. പാഴും ശൂന്യവുമായി ഭവിച്ചു. ദൈവത്തിലെ നമ്മെ ആരെയും ദൈവം സൃഷ്ടിച്ചതും പാഴാകാനും ശൂന്യമാകാനും ഒന്നുമല്ല, മറിച്ച് ശ്രേഷ്ഠതയുള്ളവരായി മാറാനും ശ്രേഷ്ഠമായ അനുഭവത്തിൽ നിൽക്കാനുമാ. പക്ഷേ പിശാച് കാലാകാലങ്ങളിൽ അവന്റെ പണിപ്പുരയിൽ ചില ആയുധങ്ങളൊക്കെ ഉപയോഗിച്ച്, നിരാശ എന്ന ആയുധം ഉപയോഗിച്ച് തകർക്കുന്ന വിഷണ്ണ മനസ്സെന്ന അനുഭവങ്ങളെ കൊണ്ടുവന്ന് പല വിധത്തിൽ നമ്മളെ തകർക്കാൻ ശ്രമിച്ചെങ്കിലും കൃപയുടെ മഴ നമ്മുടെ മേൽ പെയ്തിറങ്ങിയതുകൊണ്ട് നമ്മൾ അതിൽ നിന്നൊക്കെ മോചിതരായി. അനുഭവം തന്നെ പാഴായും ശൂന്യമായും ഭവിച്ച ഭൂമിയെ ഒരു ദിവസം കർത്താവ് നോക്കിയപ്പം കർത്താവിന് തോന്നി, അല്ല ഇതിങ്ങനെ പോയാ പോരാ. ഒരു ദിവസമല്ല, അന്ന് തന്നെ കർത്താവ് അതിനെ അങ്ങ് മുദ്രയിട്ടു, സീൽ ചെയ്തു വച്ചു, തകരത്തില്ലെന്ന്. പരിശുദ്ധാത്മാവിൽ പറയാം, തീരാൻ വേണ്ടി അല്ല കേട്ടോ, അല്ല. പാഴായതും ശൂന്യമായതും തകർന്നതും ശത്രു കൊള്ളയടിച്ചതും കൊണ്ടുപോയതും തകർത്തതും മാനസികമായി ഉടച്ച് ഒരു പാത്രം പോലെ തകർക്കപ്പെട്ടതും വെറുതെ അല്ല, തകർക്കാൻ വേണ്ടി അല്ല. ഇന്നത്തേതിലൊന്ന് ഉടച്ച് പണിയാൻ വേണ്ടിയാണ്. 18-ാം അധ്യായം യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുമ്പോൾ, നീ കുശവന്റെ വീട്ടിലേക്ക് ചെല്ലുക, ഞാൻ അവിടെ വച്ച് നിന്നെ ഞാൻ എന്റെ വചനങ്ങളെ കേൾപ്പിക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് താൻ ആ കാര്യം അനുസരിച്ച് കുശവൻ
കുശവന്റെ വീട്ടിലേക്ക് ചെന്നപ്പോൾ കുശവൻ ചക്രത്തിന്മേൽ വേല ചെയ്യുകയായിരുന്നു. അല്ലെ, വേല ചെയ്യുന്ന കുശവനെ നമുക്ക് അവിടെ കാണാം. കുശവനിൽ നിന്നൊരു പാഠം ആർക്ക്? ദൈവത്തിലെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളിലൊക്കെ ദൈവത്തിൽ നിന്നൊരു പാഠമുണ്ട് പഠിക്കാനായിട്ട്. കർത്താവ് അത് തകർക്കാൻ വേണ്ടി തന്നതല്ല. കഷ്ടങ്ങൾ തകർക്കാൻ വേണ്ടിയല്ല, ഇല്ലായ്മകൾ തകർക്കാൻ വേണ്ടിയല്ല, അസമാധാനം തകർക്കാൻ വേണ്ടിയല്ല, കുടുംബസ്വസ്ഥത ഇല്ലാത്തത് തകർക്കാൻ വേണ്ടിയല്ല. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഇത് തകർക്കാനാണെന്ന്. പക്ഷെ അഴിക്കാൻ കഴിയുന്നവൻ, വിടുവിക്കാൻ കഴിയുന്നവൻ സിയോനിൽ നിന്ന് വേണ്ടി എഴുന്നേറ്റ് എന്നുള്ള കാര്യത്തിലൊന്നും ഭയപ്പെടണ്ട. ആര് നമുക്ക് കൈ തന്നവരൊക്കെ പറയാ ഇനി ഇല്ലെന്ന് ടാറ്റ പറഞ്ഞു പോയാലും കർത്താവ് കൂടെ മടക്കി കൊണ്ടുവരാൻ ദൈവം വിശ്വസിക്കുന്നു. കർത്താവ് ചിലതിനെയൊക്കെ അഴിച്ച് പണിത് അതിന്റെ നട്ടും ബോൾട്ടും ഒക്കെ മുറുക്കി റെഡിയാക്കി എടുക്കാൻ കർത്താവ് വിശ്വസന. നട്ടഴിഞ്ഞു കിടക്കുന്നതിനൊക്കെ ദിവസങ്ങളിൽ എന്ത് ചെയ്തോളും? സ്വർഗം പണിതോളും, സ്വർഗം പണിതോളും. ഈ ഭൂമി എന്ത് ചെയ്തെന്നറിയാമോ? പാഴായും ശൂന്യമായും ഭവിച്ചു. എന്നാൽ അതിന്റെ ശൂന്യതകളിന്മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെള്ളത്തിന്മേൽ വ്യാപിച്ചുകൊണ്ടിരുന്നു. എന്നാന്നറിയോ? നമുക്കറിയാം, ചന്ദ്രനെ നോക്ക്, ചൊവ്വയെ നോക്ക്, മറ്റ് ഗ്രഹങ്ങളെ എല്ലാം നോക്ക്. ഇവിടെയെല്ലാം നമ്മുടെ നാസ മുതലുള്ള ശാസ്ത്രഗണം മുഴുവൻ പോയി തപ്പിക്കൊണ്ടിരിക്കുക ഇച്ചിരി വെള്ളം വല്ലതും ഉണ്ടോ എന്ന്. അവര് പറയുന്നു അവിടെ വെള്ളം ഉണ്ടായിരുന്നു, ആ വെള്ളം ഇങ്ങനെയായി അങ്ങനെയായി അതായി ഇതായി എന്നൊക്കെ പറയുമ്പം സ്വർഗത്തിലെ ദൈവം വെള്ളത്തെയും വേർതിരിച്ച് അതിന്റെ മണ്ണയ്ക്ക് കൂട്ടിയിട്ടുണ്ടെന്നുള്ളത് വസ്തുത. പക്ഷേ ഞാൻ പറയട്ടെ, കുറച്ച് വെള്ളം ഭൂമിയെ അങ്ങ് കവർ ചെയ്യാം. കൃപയുടെ ഒരു കവറിങ് ഉള്ളതുകൊണ്ടല്ലേ നിൽക്കുന്നത്. കൃപയുടെ ഒരു കവറിങ് ഉള്ളത് കൊണ്ടാകട്ടോ. ആ കവറിങ് ഒരിക്കലും കർത്താവ് മാറ്റത്തില്ല. അങ്ങനെ എന്തെങ്കിലും ഒന്ന് മാറ്റിയിട്ടുണ്ടെങ്കിൽ പുതുക്കാൻ വേണ്ടിയാണ്, മുഖത്തെ പുതുക്കാൻ വേണ്ടിയാണോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് മാറ്റിയിട്ടുണ്ടെങ്കിൽ മാറ്റിയിട്ടുള്ളൂ. നോക്കൂ, ആ സമയത്ത് കർത്താവ് ഭൂമി എന്ത് ചെയ്തു? അതും നന്മയ്ക്കാക്കി തീർത്തു. നമ്മുടെ നഷ്ടങ്ങളെയും സ്വർഗം നന്മയ്ക്കാക്കി തീർത്തു. നമ്മുടെ കണ്ണുനീരിനെ സ്വർഗം നന്മയ്ക്കാക്കി തീർത്തു. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന പെട്രോളിയം തുടങ്ങിയ അസംസ്കൃത വസ്തുക്കൾ, പിന്നത്തേതിൽ സംസ്കരിച്ച് നാം ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ഓടിക്കാൻ വേണ്ടി, ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ വേണ്ടി, മറ്റു പല ആവശ്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുന്ന പെട്രോളിയം എന്നതിന്റെ അസംസ്കൃത വസ്തുവായി അന്ന് ആ നശിച്ചുപോയ ഭൂമിയിൽ ഉണ്ടായിരുന്ന സസ്യജാലങ്ങളെയും മൃഗഗണത്തെയും സ്വർഗം ബാക്കി വച്ചു. അപ്പൊ നഷ്ടങ്ങളൊന്നും എന്തിനല്ല, നഷ്ടങ്ങളെ നോക്കി കരയുമ്പോൾ ഈ ദിവസങ്ങളിൽ ദൈവജനം ഒരു കാര്യം ഓർക്കണം: നഷ്ടം നിന്റെ അവസാനമല്ല, നിന്റെ തകർച്ചയല്ല, നീ തീരുകയല്ല, മറിച്ച് അതിലൂടെയും സ്വർഗത്തിന്റെ ഒരു കാര്യം കാണിക്കണം. പണനഷ്ടം ഉണ്ടായിട്ടുണ്ടോ? സ്വർഗം അതിന് മേലായത് ചെയ്യുവാൻ വിശ്വസ്തന. മാനനഷ്ടം ഉണ്ടായിട്ടുണ്ടോ? ദൈവം അതിന് വലുതായത് ചെയ്യുവാൻ ശക്തനാ. അതിൽ കൂടെ ഒക്കെ ദൈവത്തിന് നമ്മളെ പഠിപ്പിക്കാനുണ്ട്. തിരിഞ്ഞു വരുമ്പോ നമുക്കത് മനസ്സിലാകും. ഒരിക്കൽ തിരുവാണിയൂർ എന്ന് പറയുന്ന സ്ഥലത്ത് സഭാശുശ്രൂഷയിൽ ഇരിക്കുമ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് വലിയൊരു ചർച്ചിൽ നിന്ന് നിർബന്ധമായി മാറ്റം ചോദിച്ചു വാങ്ങി എറണാകുളത്തോട്ട് വന്ന് സഭാചാർജ് എടുക്കുകയാണ്. അവിടെ വന്ന് കുറച്ച് വിശ്വാസികൾ മാത്രമുള്ള 5 or 8 വിശ്വാസികൾ മാത്രമുള്ള സഭയിൽ 3 കുഞ്ഞുങ്ങളുമായി ഞാൻ വന്നു കയറിയത് 8 മാസത്തോളം കൺസീവ് ആയ സമയത്താണ്. അവിടെ വെച്ച് ഡെലിവറി നടന്നു. ചില മാസങ്ങൾ കഴിഞ്ഞപ്പം ഞങ്ങളുടെ വീട്ടിൽ ഭക്ഷിക്കാൻ ആഹാരമില്ലാത്ത വിധം എൻ്റെ വീട്ടിൽ 3 ദിവസത്തെ പട്ടിണി, 3 ദിവസം പട്ടിണി കിടക്കുക. എൻ്റെ കുഞ്ഞുങ്ങൾ 2 പേര്. മൂത്ത കുഞ്ഞ് മോളെ ഹെപ്സിബ, അവൾക്ക് UKG പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇളയ കുഞ്ഞിന് 2.25 വയസ്സ്, രണ്ടാമത്തെ കുഞ്ഞിന് 2.25 വയസ്സ്, ഇളയ കുഞ്ഞിന് ചില മാസങ്ങൾ 3-4 മാസങ്ങൾക്ക് അടുത്ത് മാത്രം പ്രായമുള്ള സമയം. ഇവിടെ ഞങ്ങൾ വന്നിട്ട് അധികമായില്ല, 3-4 മാസത്തോളമായി. മെയ്യിൽ വന്ന് ചാർജ് എടുത്തു. ഓഗസ്റ്റിലാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പൊ എത്ര മാസം ഉണ്ടെന്ന് നിങ്ങൾ കണക്ക് കൂട്ടിയാൽ മതി. അപ്പം ഞങ്ങളുടെ വീട്ടിൽ ആഹാരമില്ല. ഞാൻ ഈ കുഞ്ഞുങ്ങളെയും ഞാനും കർത്താവിന്റെ ദാസനും കൂടെ കുഞ്ഞുങ്ങളെയും വിളിച്ചുകൊണ്ട് ഹോളിന്റെ അകത്ത്, ഹോള് വലിയ ഹോളാണ്, വിശ്വാസികൾ അവിടെ നിന്ന് എന്തോ കാരണം കൊണ്ടൊക്കെ മാറിപ്പോയത് മുഖാന്തരം ആ ഹോള് MG ആയി അങ്ങനെ 3-4 വിശ്വാസികളുമായിട്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഞങ്ങൾ അവിടെ വന്ന് സഭാ ചാർജ് എടുക്കുന്നത്. അവര് മറ്റൊരിടത്തോട്ട് മാറി ഒരു കൂട്ടായ്മ തുടങ്ങുകയും ചെയ്തു. ഞങ്ങൾ ഈ ഹോളിന്റെ കിടക്കുന്ന കർത്തൃമേശ നടത്തുന്ന ടേബിളിന്റെ പുറകിലേക്ക് ആരാധന നടത്തുന്നിടത്തെ ഒരു പായ തന്നെ എടുത്തിട്ടിട്ട് ഈ കുഞ്ഞുങ്ങളെ 3 എണ്ണത്തിനെ അവിടെ ഇരുത്തി കുറച്ച് കട്ടൻ ചായയും തിളപ്പിച്ച് കൊണ്ടുവന്ന് ഈ കുഞ്ഞുങ്ങളുമായിരുന്ന് കൈ ഓർത്ത് പിടിച്ച് ഞങ്ങൾ 2 പേരും കൂടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇടയ്ക്ക് പ്രാർത്ഥിക്കുമ്പോൾ ഈ 2 കുഞ്ഞുങ്ങളുടെയും കൈയും കൂടെ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കും.
3 ദിവസം ഞങ്ങൾ ആ നിലവാരത്തിൽ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പുറത്തേക്ക് ഞങ്ങൾ പോകുന്നില്ല. ഹോളിന്റെ ഉള്ളിൽ വിട്ടിട്ട് അത്യാവശ്യം ബാത്റൂമിലോ അങ്ങനെ ആവശ്യങ്ങൾക്കോ വേണ്ടി പോകുന്നത് ഒഴിച്ച് പാഴ്സനേജിൽ പോലും ഞങ്ങൾ കയറി ഇരിക്കുന്നില്ല. കാരണം അവിടെ കയറി ഇരുന്നിട്ട് കാര്യമില്ല. നമ്മൾ വെള്ളം ചായയും ഒക്കെ തിളപ്പിച്ച് വലിയൊരു പാത്രത്തിൽ കൊണ്ടുവന്ന് അടുത്ത് വെച്ചുകൊണ്ട് ഈ കുഞ്ഞുങ്ങളുമായിട്ട് ഇതിന്റെ അകത്തിരിക്കുന്ന സമയം പലപ്പോഴും കുഞ്ഞുങ്ങൾ വിശന്ന് വാവിട്ട് നിലവിളിക്കുന്ന അനുഭവം ഉണ്ടായി. ആമേൻ, ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, ആമേൻ, കാക്ക കുഞ്ഞുങ്ങൾക്ക് മതത്തിന്റെ ആഹാരം കൊടുക്കുന്നതും നീയാണ്. കർത്താവ് കൊടുത്താൽ മതി. മനുഷ്യരിൽ ആശ്രയിക്കാൻ വയ്യ. തൊട്ടടുത്ത് വലിയ ദൂരമില്ല. ഒരു 25 കിലോമീറ്റർ അപ്പുറത്ത് എന്റെ മാതാപിതാക്കൾ അന്ന് താമസിക്കുന്നുണ്ട്. ഒരു 50 കിലോമീറ്റർ അപ്പുറത്തോട്ട് പോയാൽ കർത്താവിന്റെ ദാസന്റെ മാതാപിതാക്കളുണ്ട്. തൊട്ടടുത്ത് വിശ്വാസികളുടെ വീടുകളുണ്ട്. ഒറ്റയ്ക്ക് വന്ന ഒരു സഹോദരി വിളിച്ചാ വിളി കേൾക്കുന്ന അകലത്തിൽ താമസിക്കുന്നുണ്ട്. ചില വിശ്വാസികൾ 1-2 പേര് ഒറ്റയ്ക്കൊക്കെ വന്നവർ ഓരോരുത്തരൊക്കെയാണ്. അവരും വിവിധ ഭാഗങ്ങളിലായിട്ട് മാറി മാറി താമസിക്കുന്നുണ്ട്. ഒരാളെയും വിളിച്ചു പറഞ്ഞില്ല, ഒരാളോടും ആവശ്യവും പറഞ്ഞില്ല. അവസാനം അവൻ ഈ ആദ്യത്തെ ദിവസം കുഞ്ഞ് പരീക്ഷ കഴിഞ്ഞ് ഓണപ്പരീക്ഷ കഴിഞ്ഞ് വരുമ്പോൾ അവന് കുറച്ച് ഗോതമ്പ് മാവ് ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ അടയുണ്ടാക്കി കുഞ്ഞുങ്ങൾക്കും 2 പേർക്കും കൊടുത്ത് അങ്ങനെയാണ് ഞങ്ങൾ ആ ഭവനത്തിൽ അന്ന് ഇരുന്നത്. അവിടെ നിന്ന് 3 ദിവസം ഞങ്ങൾ അങ്ങനെ ഇരിക്കുമ്പോഴൊക്കെ കുഞ്ഞുങ്ങൾ കരയുമ്പോൾ മക്കളോട് പറയും, ഒച്ചയുണ്ടാക്കി കരയരുത്, അയൽവക്കംകാർ കേൾക്കും. എന്തുകൊണ്ട് ഹോളിന്റെ ഉള്ളിൽ കയറി ഇരുന്നു എന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യമേ ഉള്ളൂ, ഇതുങ്ങൾ ഓടി അപ്പുറത്തെ വീട്ടിൽ ചെല്ലും. അതുങ്ങൾ അത്ര സ്വാതന്ത്ര്യമുള്ള വീടാകുമ്പോൾ അവിടെ ചെന്നേച്ച് വല്ലതും എന്ത് ചെയ്യും ചോദിച്ചാൽ ആമേൻ, ദൈവനാമത്തിന് അത് അപമാനമാണ് എന്ന് തോന്നിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്തില്ല, കുഞ്ഞുങ്ങളെ വിടാതെ ഇതിന്റെ ഉള്ളിൽ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് എന്റെ മോള് 3 ദിവസമൊക്കെ ആയ ആ സമയം ഒരു രാവിലെ അവള് പപ്പോട് ചോദിച്ചു. തൊട്ടപ്പുറത്തെ വീട്ടിൽ അവളുടെ കൂടെ പഠിക്കുന്ന അന്ന എന്ന് പറയുന്ന ഒരു കൊച്ചിന്റെ വീടാണ്. നിങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞാൽ ഞാൻ അവിടെ ആ സ്ഥലത്ത് വന്ന് നിങ്ങൾ അന്വേഷിച്ചാൽ ഈ പറഞ്ഞ ആളുകളെയൊക്കെ കാണും. കാരണം ഞാൻ പേര് സഹിതം അതുകൊണ്ടാണ് പറയുന്നത്. കോൺട്രാക്ടർ സജി. അത് റോഡിന്റെ, ഞങ്ങൾ ഈ റോഡിന്റെ ഈ സൈഡിലും തൊട്ട് അപ്പുറത്ത് റോഡിന്റെ സൈഡിലും അവര് താമസിക്കുക. ഞങ്ങളുടെ ഹോളിന്റെ സൈഡിൽ നിന്ന് നോക്കിയാൽ അവരുടെ വീടിന്റെ ഫുൾ വ്യൂ ഞങ്ങൾക്ക് കാണാം. അപ്പം അവിടെ നോക്കിക്കൊണ്ട് പപ്പയെ ജനലിന്റെ അടുത്തോട്ട് പതിയെ വിളിച്ചു കൊണ്ടുപോയി തളർന്ന സ്വരത്തോടു കൂടി എന്റെ മോള് പറഞ്ഞു, പപ്പ അന്ന എന്നും വരുമ്പം നല്ല ആഹാരം കൊണ്ടാണ്, ഇറച്ചിയൊക്കെ കൂട്ടിക്കൊണ്ടാണ് അവൾ ആഹാരം കൊണ്ടുവരുന്നത്. പള്ളിക്കാരായ അവർക്ക് അങ്ങനെ കൊണ്ടുവരാൻ ആഹാരമുണ്ട്. യേശുപ്പച്ചന്റെ മക്കളായ നമുക്ക് അവർക്ക് അങ്ങനെ പറയാൻ അറിയുള്ളൂ. അവര് പള്ളിക്കാരും നമ്മൾ യേശുപ്പച്ചന്റെ മക്കളും, അതേ പറയാൻ അറിയത്തുള്ളൂ. യേശുപ്പച്ചന്റെ മക്കളായ നമുക്ക് എന്താ പപ്പ ഇങ്ങനെ എന്ന് അവൾ പപ്പോടി ചോദിച്ചു. അപ്പൊ പപ്പ അവളോട് പറഞ്ഞു, മോളെ, എന്തെങ്കിലും ഒരു നല്ല കാര്യം നമ്മെ പഠിപ്പിക്കാനില്ലെങ്കിൽ യേശുപ്പച്ചൻ നമ്മുടെ ജീവിതത്തിൽ ചെയ്യത്തില്ല. അവളോട് അങ്ങനെ പറഞ്ഞ് അവളെ സമാധാനിപ്പിച്ചു. ഈ കുഞ്ഞുങ്ങളെ തളർന്ന ഈ പായിൽ, എന്റെ 2ാമത്തെ കുഞ്ഞൊക്കെ എന്ന് പറഞ്ഞാൽ പാടും പോലെ തല പോലും ഉയർത്താൻ പറ്റാതെ ഇങ്ങോട്ട് തിരിച്ചിട്ടാൽ ഇങ്ങോട്ട് കിടക്കും, ഇങ്ങോട്ട് തിരിച്ചിട്ടാൽ ഇങ്ങോട്ട് കിടക്കും. ആ വിധത്തിൽ ശരിക്കും പറഞ്ഞാൽ ഹാഗാർ പറഞ്ഞില്ലേ, ഈ പൈതലിന്റെ മരണം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അമ്പിമ്പാടും ദൂരത്തിരുന്ന് കരഞ്ഞതുപോലെ ഞാനും കർത്താവിന്റെ ദാസനും കൂടെ കൈകൾ കോർത്തു പിടിച്ച് ഞങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ആ സമയത്ത് ഹല്ലേലൂയ, ഒരു 2-2:45 ഈ കുഞ്ഞുങ്ങൾ കിടന്നുറങ്ങും ചെയ്യുക. ഞങ്ങളും പിന്നത്തേതിൽ പ്രാർത്ഥനയൊക്കെ നിർത്തിയിട്ട് ഈ കുഞ്ഞുങ്ങളുടെ കൂടെ ഞങ്ങളും തല ചായ്ച്ചു കിടക്കാൻ തുടങ്ങിയപ്പോൾ ഡോറിലൊരു മുട്ട് കേട്ടു. ചെന്ന് നോക്കുമ്പോൾ ഒരു തമിഴത്തി, ഒരു പെങ്കൊച്ച ജിപ്സിയാണ്. ഇവൾ വന്ന് വാതുക്കൽ മുട്ടിയിട്ട് അവൾ വന്ന് ഞങ്ങളോട് ചോറ് ചോദിച്ചു. ഞാൻ അവളോട് പറഞ്ഞു, കുഞ്ഞെ ചോറില്ല. അവളുടെ ആ വസ്ത്രധാരണം പോലും എനിക്ക് ഓർമ്മയുണ്ട്. നല്ല മെറൂൺ കളറും ഒരു പാവാടയും ബ്ലൗസുമാണ് അവൾ ഇട്ടിരിക്കുന്ന. പോളിസ്റ്ററിന്റെ പട്ടുപാവാട എന്നൊക്കെ പറയാവുന്ന ഒരു സംഭവം ഇട്ടിരിക്കുന്ന ഒരുപോലത്തെ തന്നെ അതൊക്കെ ഇട്ടുകൊണ്ട് ഇവള് വന്നിട്ട് മുഷിഞ്ഞ വസ്ത്രമാണ് വന്ന് ഇവള് ചോറ് ചോദിച്ചു. ഞാൻ ഇവളോട് പറഞ്ഞു, കുഞ്ഞെ ഈ വീട്ടിൽ ചോറില്ല. അപ്പൊ അവള് ഒത്തിരി നേരം നിർബന്ധിച്ചപ്പോ ഞാൻ ഇല്ല 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 എന്ന് ആവർത്തിച്ച് തമിഴിൽ തന്നെ ഞാൻ അവളോട്, അവൾ തമിഴിലാ വന്ന് ചോദിക്കുന്നത്, തമിഴിൽ തന്നെ ഞാൻ അവളോട് മറുപടി പറഞ്ഞു ഇല്ല എന്ന്. അന്നേരം അവള് സമ്മതിക്കുന്നില്ല. അവൾ ആദ്യം ചോദിച്ചത്, ഇത്രയും വലിയ വീട്ടിൽ ചോറില്ലെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കത്തില്ല. ഞാൻ പറഞ്ഞു, തൊട്ടപ്പുറത്ത് ലീല ചേച്ചിയുടെ വീടുണ്ട്, അതിന്റെ അപ്പുറത്ത് ഞങ്ങളുടെ വിശ്വാസിയായ സിസിലി ചേച്ചിയുടെ വീടുണ്ട്. ഈ 2 വീട്ടിൽ നീ എവിടെ ചെന്നാലും, മറ്റവരുടെ ഒന്നും കാര്യം പറഞ്ഞില്ല, അടുത്തടുത്ത് മറ്റു വീടുകളുണ്ട്, ഇവിടെ എവിടെ ചെന്നാലും നിനക്ക് ആഹാരം കിട്ടും, നീ അവിടെ ചെന്ന് ചോറ് ചോദിക്കുക, നല്ല കറിയൊക്കെ കൂട്ടി അവർ ചോറ് തരും. അവള് പറഞ്ഞു, എനിക്കൊരു കുളമ്പും വേണ്ട, എനിക്ക് വേണ്ടത് ചോറ് മാത്രമായി എനിക്ക് തരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല. ഞാൻ വേഗം കർത്തദാസനെ വിളിച്ചു. അദ്ദേഹം കൂടെ വന്നു കഴിഞ്ഞ് വീണ്ടും അവളോട് ചോദിച്ചു, കുഞ്ഞിന് എന്താ വേണ്ടത്? അവള് പറഞ്ഞു, എനിക്ക് ചോറ് വേണം. കർത്താവിദാസൻ പറഞ്ഞു, മോളോടല്ലേ പറഞ്ഞത് ചോറില്ല. എന്റെ കണ്ണിൽ നിന്ന് ചാടുന്നത് രക്തമാണോ മുത്തുമണിയാണോ കണ്ണുനീരാണോ പറയാൻ എനിക്കറിയില്ല. അതുപോലെ ഞാൻ കരഞ്ഞോണ്ട് നിന്നാ പറയുന്നത്. ആരെങ്കിലും ആണെങ്കിൽ അവർ തിരിച്ചോടിപ്പോകും. നമ്മുടെ
നമ്മുടെ ആ ഒരു ഇത് അത് കണ്ടാൽ പോലും അവർ പിന്നെ നിൽക്കത്തില്ല. പക്ഷെ ഇവൾ ആവർത്തിച്ച് നിന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുക. കർത്താവിന്റെ ദാസൻ വന്നപ്പോഴും ഇവൾ ഇതേ തലം തന്നെ തുടരുക. അപ്പൊ എന്നോട് പ്രിയപ്പെട്ടവൻ പറഞ്ഞു, മലയാളത്തിൽ എന്നോട് പറഞ്ഞു, നീ അകത്ത് ചെന്ന് എന്തെങ്കിലും ഒരു തുണിയോ വല്ലോ എടുത്തുകൊണ്ട് ഇവർക്ക് കൊടുക്കുക. എൻ്റെ ആ ഡെലിവറിയുടെ സമയത്ത് എൻ്റെ കൂട്ടുകാരി അഥവാ ജോളി പാസ്റ്ററുടെ അനിയന്റെ ഭാര്യ അല്ലി എനിക്ക് 2 നൈറ്റി, അവളുടെ കയ്യിലും പൈസ ഇല്ലാഞ്ഞിട്ട് ഈ തമിഴ്നാട്ടുകാര് ഇങ്ങനെ തുണിയൊക്കെ അവിടെ ഇങ്ങനെ കൊടുക്കാറുണ്ട്. അതിനകത്തുനിന്ന് 2 എണ്ണം മേടിച്ച് അവൾ എനിക്ക് തന്നു. എന്നിട്ട് ഡെലിവറിയുടെ സമയത്ത് എനിക്ക് അന്ന് ഒന്നുമില്ല, നിർവാഹമില്ല. അത് 2 എണ്ണം തന്നതിൽ 1 എണ്ണം ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഒന്ന് ആരെങ്കിലും ഗസ്റ്റ് വന്നാൽ കൊടുക്കാം, അതല്ലെങ്കിൽ 1 എണ്ണം കീറുമ്പോൾ 1 എണ്ണം ഇടാം. ഈ കാഴ്ചപ്പാടോടുകൂടി ഞാനത് സൂക്ഷിച്ചു വെച്ചിരിക്കുക. 1 എണ്ണം എടുത്തു, ഒന്ന് പഴയത് ഞാൻ ഉപയോഗിച്ചു. ആശുപത്രിയിലൊക്കെ ഞാൻ ഈ പുതിയ വസ്ത്രം ഉപയോഗിച്ചെങ്കിലും ആ 1 എണ്ണം ഞാൻ അതിനകത്തുനിന്ന് ഉപയോഗിക്കുകയും ചെയ്യാതെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത്രയും അനുഭവം ഉണ്ടായത് കൊണ്ട് ഒരു പഴയ വസ്ത്രം തിരയാതെ ഈ പുതിയത് തന്നെ എടുത്തുകൊണ്ടുപോയി ഞാൻ അവളുടെ കയ്യിൽ കൊടുത്തു. പക്ഷെ കൊടുക്കുവാനായിട്ട് ഞാൻ തീരുമാനിച്ച് അകത്തേക്ക് കയറിപ്പോയി അലമാരി തുറന്നു. എന്റെ കൈ കിട്ടിയതും അത് തന്നെയാണ്. ഇതെടുത്തോണ്ട് ഞാൻ പുറത്തു വരുമ്പോഴത്തേക്കും ഞാൻ അകത്തേക്ക് പോകുന്ന കാഴ്ച കണ്ട ഇവൾ വീടിന്റെ മുമ്പിൽ തൊട്ട് മുമ്പിൽ നിൽക്കുന്ന വാഴയെന്ന് ഓടിപ്പോയി ഇലയും കീറിക്കൊണ്ട് വരിക. ദൈവദാസൻ സ്തംഭിച്ചിങ്ങനെ നിൽക്കുക. ഇവൾ പോയി കണ്ടു, ഇലയും കീറിക്കൊണ്ട് ഇവൾ വീടിന്റെ മുമ്പിൽ ഓടി വന്ന സിറ്റ് ഔട്ടിന്റെ മുമ്പിലോട്ട് ഇങ്ങനെ നിന്നു. ഞാൻ ഈ തുണി കൊണ്ടുവന്ന് അവളുടെ കയ്യിലേക്ക് കൊടുക്കുകയും ഈ 2ഉം കൂടെ ഒന്നിച്ച് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് ഇവൾ മുമ്പിലേക്ക് വലിച്ചെറിഞ്ഞിട്ടിട്ട് അതേ വേഗതയിൽ അവൾ തിരിച്ച് ഓടിപ്പോകാനിടയായി തീർന്നു. ചോറ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഇലയുമായിട്ട് വന്നവൾ ഈ വസ്ത്രം കണ്ടപ്പോൾ, സാധാരണഗതിക്ക് ജിപ്സികളാകുമ്പം ആ വസ്ത്രം അവര് തീർച്ചയായിട്ടും സ്വീകരിക്കും. എന്നാൽ അവൾ അന്ന് ആ വസ്ത്രം മേടിച്ചില്ല. ഇത് 2ഉം കൂടെ എറിഞ്ഞ് താഴെ ഇട്ടിട്ട് ഇവൾ ഓടിപ്പോകാനിടയായി. ഇവളിങ്ങനെ ഓടിപ്പോയി. ഞാനൊരു 2 മിനിറ്റ് അവിടെ സ്തംഭിച്ചു നിന്നെങ്കിലും വേഗത്തില്ല. മെയിൻ റോഡാണ്, നേരെ കിടക്കുകയാണ്. ഈ ഹോളിന്റെ നേരെ ഫ്രണ്ടിൽ അന്ന് മറ്റു വീടുകളൊന്നുമില്ല. വലിയ ഒരു മതിൽ കെട്ടിയ ഒരിടം മാത്രമേ ഉള്ളൂ. അപ്പൊ എനിക്ക് എങ്ങോട്ട് നോക്കിയാലും കാണാം. 2 വശത്തോട്ട് ഇവൾ എവിടെ പോയാലും കൃത്യമായി കാണാം. ഞാൻ ഓടിപ്പോയി നോക്കി. ഈ സിസിലി ചേച്ചിയുടെ വീട്ടിൽ പോയോ, അല്ലെങ്കിൽ ഈ ലീല ചേച്ചിയുടെ വീട്ടിലോട്ട് പോയോ? ലീല ചേച്ചിയുടെ വീടെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഹോളിന്റെ നേരെ ഫ്രണ്ടിലുള്ള വീടാണ്. ഈ റോഡിന്റെ സൈഡ് അവർക്ക് എൻട്രൻസ് ഞങ്ങളെക്കാൾ കൂടുതൽ റോഡിനോട് അടുത്താണ്. അങ്ങോട്ടേക്ക് കയറിപ്പോയെന്നറിയാൻ ഞാൻ അവിടെ പോയി നോക്കി, ഇവിടെ പോയി നോക്കി. 2ഇടത്തും അവളെ കാണാനില്ല. കണ്ടതേ ഇല്ല. പിന്നെ എന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയത്തില്ല. വേറെ ഒരു വീട്ടിലും അവൾ കയറിയിട്ടുമില്ല. അപ്പൊ അവളുടെ ആവശ്യം ഒരു പക്ഷെ എന്തായിരുന്നു എന്ന് എനിക്കറിയില്ല. അവൾ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് ഇന്നും എന്റെ ഹൃദയം പറയുന്നു അവൾ ഒരു മനുഷ്യ സ്ത്രീ അല്ലായിരുന്നു, ഒരു ദൈവത്തിന്റെ ദൂതൻ തന്നെ ആയിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതെന്ത് തന്നെയും ആകട്ടെ, അന്ന് അവൾ വന്ന് ആഹാരം ചോദിച്ചു. ഇത് കൊടുക്കാൻ പറ്റാതെ അവൾ ഓടിപ്പോയല്ലോ. വീണ്ടും ഞങ്ങൾ അകത്തോട്ട് കയറി. എന്റെ മോള് ചോദിച്ചതിനേക്കാൾ വലിയ വേദനയായി പോയി. മോൾക്ക് ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ പോലും അതൊരു വേദന, അത്രയും വേദന എന്നിൽ ഉളവാക്കിയില്ല. ആഹാരം വിരന്ന് വന്ന ഒരു വ്യക്തിക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നത് ഹൃദയത്തിന്റെ ഉള്ളിലെ ഏറ്റവും വലിയ വേദനയായി ഞങ്ങൾ 2 പേരും കൂടെ. കാരണം ഞങ്ങൾ കഴിച്ചില്ലെങ്കിലും, ഞങ്ങൾ ആഹാരം ഞങ്ങൾക്കില്ലെങ്കിലും ഒരാളെ പോലും ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ വെറുതെ അയച്ചിട്ടില്ല. അന്ന് അവരെ അങ്ങനെ അയക്കേണ്ടി വന്നതിന്റെ ദുഃഖം കൊണ്ട് അവരെ ഓർത്ത് കർത്താവിനെ ഓർത്ത് ഞങ്ങൾ കരയാൻ 2 പേരും അതിശക്തിയോടെ കരയാൻ തുടങ്ങി. കുഞ്ഞുങ്ങൾ ഇതൊന്നും അറിയാതെ അവരും തളർന്ന് കിടക്കുകയാണ്. 6 മണിയൊക്കെ കഴിഞ്ഞു. 6:45 സമയമാകുമ്പോൾ വീണ്ടും ഞങ്ങളുടെ വീടിന്റെ മുമ്പിൽ ഒരു വാഹനം വന്നു നിൽക്കുകയും കോളിംഗ് ബെല്ലിൽ വിരലമർത്തുന്ന ഒരു ശബ്ദവും ഞങ്ങൾ കേൾക്കാനിടയായി. ഈ ശബ്ദം കേട്ടിട്ട് ഞാൻ ഇറങ്ങി ചെന്ന് സാധാരണ പോലെ വാതിൽ തുറന്നു. എന്റെ പുറകെ പാസ്റ്ററും കൂടെ കടന്നു വരാനിടയായി. ഞങ്ങൾ 2 പേരും കൂടെ ആ ഹോളിന്റെ വാതിക്കൽ തന്നെ വന്ന് നോക്കുമ്പോൾ ഒരു മനുഷ്യൻ ആ ഹോളിന്റെ വാതിക്കലാണ് ഈ കോളിംഗ് ബെല്ലുള്ളത്. അവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ആ മനുഷ്യനെ ഓടി വന്നിട്ട് ഞാൻ പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്ററെ ഒന്നിങ്ങ് വന്നേ, വേഗത്തിൽ ഈ ചാക്കിലൊന്ന് പിടിച്ചേ. ഈ പദം പറഞ്ഞിട്ട് ഇദ്ദേഹം ഓടിപ്പോയി സിറ്റ് ഔട്ടിന്റെ അങ്ങോട്ടേക്ക് ആ വണ്ടി കയറ്റിയിട്ടിട്ട്, സിറ്റ് ഔട്ടിന്റെ ഉള്ളിലോട്ട് കയറ്റിയ വണ്ടി കയറ്റിയിട്ടിട്ട് ഇദ്ദേഹം എന്ത് ചെയ്തെന്നറിയാമോ, ആ ഡോറ് തുറന്ന് ചാക്കിൽ നിന്ന് ഒരു ചാക്ക് വലിച്ച് മുമ്പിലേക്ക് ഇട്ടു. അപ്പൊ ആകെ കൂടെ കുറഞ്ഞ സ്പേസ് മാത്രമേ ഈ വണ്ടി കയറി കഴിഞ്ഞാൽ ഒരാൾക്ക് ഞെരിഞ്ഞ് കടന്നു പോകാനുള്ള ഇടയുള്ളൂ. അവിടേക്ക് ഒരു വലിയ ചാക്ക്, ഇത്രയും പോകുന്ന ഒരു ചാക്ക്, 75 കിലോയാണ് നാട്ടിലെ ഒരു ചാക്ക് അരിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയും അരിയുള്ള ഒരു ചാക്ക് വലിച്ച് ഇദ്ദേഹം ഹോളിന്റെ ആ സൈഡിലോട്ട്, ഹോളിന്റെയും പാസനേജിന്റെയും സൈഡാകുന്ന ഈ സ്വിച്ച് ഔട്ടിന്റെ അരികിലേക്ക് എടുത്തിടാനിടയായി. പാസ്റ്ററും കൂടെ ചേർന്ന് അത് പിടിച്ചിടുമ്പോഴത്തേക്കും കുഞ്ഞുങ്ങൾ എഴുന്നേറ്റ് വന്നു.
മോൾ വാതുക്ക വന്നപ്പോ പാസ്റ്റർ പറഞ്ഞു, മോളെ നീ ഇതിന്റെ ഒരറ്റത്ത് സ്തോത്രം പറഞ്ഞു പിടിച്ചു. അങ്ങനെ അവളെ കൊണ്ട് അത് പിടിപ്പിച്ച് അകത്ത് കഴിച്ചിട്ടു. ഈ മനുഷ്യൻ വീണ്ടും വണ്ടിയുടെ അടുക്കലേക്ക് പോയി ഒത്തിരി സാധനങ്ങൾ കൊണ്ടുവന്ന് ഞങ്ങളുടെ പാസനേജിന്റെ അകത്തോട്ട് വെച്ചു. അവൻ അതിന്റെ അകത്ത് പല സാധനങ്ങൾ, ഒരു വീട്ടിലേക്ക് വേണ്ടുന്ന എല്ലാവിധമായ സാധനങ്ങൾ, അത് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടതാകട്ടെ, ഉച്ചത്തേക്ക് വേണ്ടതാകട്ടെ, രാത്രിത്തേക്ക് വേണ്ടതാകട്ടെ, അങ്ങനെ പോകുന്ന എല്ലാ സാധനങ്ങളും അതിന്റെ അകത്തുണ്ടായിരുന്നു. ആ സാധനങ്ങളെല്ലാം ചിലതെല്ലാം 5 കിലോ വീതം ഉണ്ടായിരുന്നു, ചിലതെല്ലാം 1 കിലോയും. അങ്ങനെ വരുന്ന ആ സാധനങ്ങളെല്ലാം എടുത്തു ഹോളിന്റെ അകത്ത് വച്ചപ്പം തന്നെ, ആ ഹോളിന്റെ അകത്തല്ല പാസനേജിന്റെ അകത്ത് വച്ചപ്പോ തന്നെ പാസനേജ് ഏകദേശം നിറഞ്ഞു. ഒരു കൊച്ചു പലചരക്കട വീട്ടിൽ വന്നതുപോലെ വീടിന്റെ അകം നിറയാനിടയായി. അത് മുഖാന്തരം കർത്താവിനെ ഞങ്ങൾ സൂചിച്ചു. പക്ഷെ ഈ മനുഷ്യൻ എന്ത് ചെയ്തെന്നറിയാമോ? പാസ്റ്റർ എന്റെ പേര് ജോർജ് എന്ന് പറഞ്ഞ് പോയി കൈ കൊടുത്തിട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ വേഗം തന്നെ ആ കയ്യിൽ മുറുക്കെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഇല്ല ബ്രദർ പ്രാർത്ഥിച്ചിട്ടേ പോകാവുള്ളൂ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇല്ല ഞാൻ പ്രാർത്ഥിക്കുന്നില്ല, പാസ്റ്റർ എന്നെ പ്രാർത്ഥിച്ചാട്ടെ. പാസ്റ്റർ പ്രാർത്ഥിച്ചു. ഈ മനുഷ്യൻ എന്ത് ചെയ്തു എന്നറിയാമോ? വേഗം ഒന്നും പറയാതെ തന്റെ വണ്ടി എടുത്തുകൊണ്ട് പുറത്തേക്ക് പോയി. ഞങ്ങൾക്കറിയില്ല, ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ചർച്ചിൽ വരുന്ന ഒരു ബ്രദർ ഉണ്ട്, ജോർജ് എന്ന് പറഞ്ഞ്, ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്ന ഒരു ബ്രദർ. ആ ബ്രദറിന്റെ അപ്പൻ വീടിന്റെ ഉള്ളിലോട്ട് കയറി വന്നിട്ട് ഈ വണ്ടി കിടക്കുന്നത് അദ്ദേഹം കണ്ടു. അദ്ദേഹം പാലുകൊണ്ട് പോയത് അതുവഴി. വണ്ടി കിടക്കുന്നത് കണ്ടിട്ട് ഇദ്ദേഹം അകത്തേക്ക് കയറി വന്നിട്ട് ചോദിച്ചു, എന്തിനാ പാസ്റ്റർ മാതാ ജോർജ് വന്നത്? അപ്പൊ അച്ഛൻ ചോദിച്ചു, മാതാ ജോർജോ? അതെ, മാതാ ജോർജ്. ആ വന്നത് മാതാ ജോർജ്, ആ വണ്ടി മാതാ ജോർജിന്റെ വണ്ടിയാണ് എന്ന് പറയാനിടയായി. അപ്പം ദൈവദാസൻ പറഞ്ഞു, എനിക്കറിയില്ല, അദ്ദേഹത്തിന്റെ പേര് ജോർജ് ആണെന്ന് പറഞ്ഞു, മാതാ ജോർജ് എന്ന് എന്നോട് പറഞ്ഞില്ല എന്ന് പറഞ്ഞു. അപ്പൊ പാസ്റ്റർ ഈ കിടക്കുന്ന സാധനങ്ങളെല്ലാം ഈ അപ്പച്ചനെ കാണിച്ചു കൊടുത്തു. വേറെ ഒന്നും പറഞ്ഞില്ല, ഇത് കൊണ്ട് വന്നതാണെന്ന് പറഞ്ഞു. അപ്പച്ചന്റെ വഴിക്ക് പോയി. പിന്നത്തേതിൽ ഞങ്ങൾ ഈ ദൈവദാസന്റെ വീട്ടിൽ 1 മാസത്തിനോളം ശേഷം ഞങ്ങൾ കടന്നു ചെന്നു. എന്നാൽ ഈ പറയട്ടെ, ഈ കൊണ്ടുവന്ന അരി ഞങ്ങൾ വിഭാഗിച്ച് ഈ പറഞ്ഞ ജോണി പാസ്റ്ററുടെ അനിയൻ ഉൾപ്പെട്ട ആളുകൾക്ക് എല്ലാവർക്കും 5 കിലോ വീതം എത്തിച്ചു കൊടുത്തു. ബസ്സിലൊക്കെ കയറി കൊണ്ടു കൊടുക്കാവുന്നിടത്ത്, നടന്നുപോയി കൊണ്ടു കൊടുക്കാവുന്നിടത്തൊക്കെ 5 കിലോ വീതം ഉള്ള അരിയും മറ്റുള്ള സാമാന്യങ്ങളും, അതായത് 5 കിലോയൊക്കെ ഉള്ള സാധനങ്ങൾ അതിനകത്ത് നോക്കി അതിന്റെ എല്ലാം ഓരോ ഭാഗവും ദൈവദാസന്മാർക്കും ബുദ്ധിമുട്ടുന്നവർക്കും ഞങ്ങളുടെ സഭയിലുണ്ടായ അന്ന് എല്ലാ വിശ്വാസ കുടുംബങ്ങളിലേക്കും ഞങ്ങൾ അത് എത്തിക്കാനിടയായി തീർന്നു. ബാക്കി വന്ന കുറച്ച് ആ സാധനം മാത്രം ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ വച്ചുകൊണ്ട് ഞങ്ങൾ ഉപയോഗിച്ചു. എന്നാൽ ആവശ്യമെന്ന് തോന്നിയവർക്ക് പിന്നെയും അതിനകത്തുനിന്ന് എടുത്തു കൊടുക്കാൻ കർത്താവ് ഞങ്ങൾക്ക് ഇടയാക്കി. ഞങ്ങൾ അങ്ങനെ ചെയ്തു. 1 മാസം കഴിഞ്ഞ് ഈ ദൈവദാസൻ താമസിക്കുന്ന, ഈ മാതാ ജോർജ് എന്ന് പറയുന്ന ബ്രദർ താമസിക്കുന്ന വീട്ടിൽ ഞങ്ങൾ തേടിപ്പിടിച്ച് അവിടെ ചെന്നു. പല നാളുകൾ ഞങ്ങൾ പോകണമെന്ന് ആഗ്രഹിച്ചെങ്കിലും പോകാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. 1 മാസത്തോളം ഏകദേശം എടുത്തു. അതിനുശേഷമാണ് ഞങ്ങൾ അവിടെ അദ്ദേഹത്തിന്റെ വീട്ടിൽ കടന്നു ചെന്നത്. അദ്ദേഹത്തോട് ഈ കാര്യങ്ങൾ വിവരിച്ചു പറഞ്ഞപ്പോൾ അദ്ദേഹം തന്റെ ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞു, സോഫി എന്നാണ് അവരുടെ പേര്. അവരോട് പറഞ്ഞു, നീ ഇത് കേട്ടോ പാസ്റ്റർ പറയുന്നത്. കാരണം എന്തെന്നറിയാമോ? തലേ രാത്രി ദൈവത്തിന്റെ ആത്മാവ് മനുഷ്യനെ ഉറക്കിയിട്ടില്ല. രാത്രി മുഴുവൻ ദൈവത്തിന്റെ ആത്മാവ് ഈ മനുഷ്യനോട് പറഞ്ഞു, ഷാരോൺ ചർച്ചിലെ കുപ്പേത്താഴ് ഷാരോൺ ചർച്ചിലെ പാസ്റ്റർക്ക് നീ അരിയും സാമാനങ്ങളും ഇത്ര രൂപയ്ക്ക് മേടിച്ചുകൊണ്ട് കൊടുക്കണം. രാത്രി മുഴുവൻ ദൈവാത്മാവ് ഇദ്ദേഹത്തോട് സംസാരിക്കുമ്പോഴൊക്കെ അദ്ദേഹം ഭാര്യയെ തട്ടി ഉണർത്തിയിട്ട് പറയും, സോഫി ഇങ്ങനെ ദൈവാത്മാവ് എന്നോട് സംസാരിക്കുന്നു. ഈ ആന്റി പറയും, നിങ്ങളുടെ തോന്നല. ഈ തോന്നല് നിങ്ങൾക്ക് എപ്പോഴും ഉള്ളതാണ്, അതുകൊണ്ട് ഈ തോന്നലിന് അത് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് പുള്ളിക്കാരിയും തന്നെ നിരുത്സാഹപ്പെടുത്തി വല്ലോടത്തും കിടന്നുറങ്ങും മനുഷ്യാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. രാത്രി മുഴുവൻ ഇവര് തമ്മിൽ ഇങ്ങനെ ഒരു ആർഗ്യുമെന്റും ദൈവവും ഇദ്ദേഹവും തമ്മിലും വലിയൊരു ആർഗ്യുമെന്റും നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവസാനം ഒടുവിൽ ഈ മനുഷ്യൻ നേരം വെളുത്ത് എഴുന്നേറ്റ്, തന്റെ കയ്യിൽ ആ സമയത്ത് പൈസയില്ല. ആ മനുഷ്യൻ ഓഫീസിൽ നിന്നൊക്കെ വൈകുന്നേരം വരുമ്പോഴേ തനിക്ക് പൈസ ഉണ്ടാവത്തുള്ളൂ. രാവിലെ എഴുന്നേറ്റ് ഒരു ലിസ്റ്റ് ഉണ്ടാക്കി കടക്കാരന്റെ കൈ കൊണ്ട് കൊടുത്തു. രാവിലെ എഴുന്നേറ്റ് എന്നാൽ കടം കൊടുക്കത്തില്ല. നാട്ടിൽ അങ്ങനെ ഒരു രീതി ഉണ്ടല്ലോ. അത് രാവിലെ ഒന്നും ചോദിച്ചു കടം ചെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കടയിൽ നിന്നും കടം കൊടുക്കത്തില്ല. ലിസ്റ്റ് എഴുതി കടക്കാരന്റെ കൈ കൊണ്ടു കൊടുത്തിട്ട് ഇയാൾ പറഞ്ഞു, ഇത്രയും സാധനങ്ങൾ എടുത്തു വച്ചേരെ, ഞാൻ സമയം പോലെ വന്ന് എടുത്തുകൊണ്ട് പോക്കാളാം. ഈ മനുഷ്യനോട് ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ വളരെ ശക്തമായി സംസാരിച്ചു. ഇദ്ദേഹം കട തുറക്കുന്നതിന് മുമ്പേ കൊണ്ടുവന്ന് ചീട്ടൊക്കെ എഴുതി കൊടുത്തിട്ട് വൈകുന്നേരം അദ്ദേഹത്തിന്റെ കയ്യിൽ പണമായി കഴിഞ്ഞപ്പം ഇദ്ദേഹം ചെന്ന് സാധനങ്ങളെല്ലാം എടുത്ത് വീട്ടിൽ പോലും പോകാതെ നേരെ ഞങ്ങളുടെ വീട്ടിലോട്ട് ഈ സാധനം മേടിച്ചുകൊണ്ട് വന്ന കാഴ്ചയാണ് നമ്മൾ ആ കേട്ടത്. അദ്ദേഹത്തോട് ഞങ്ങൾ ഇത് പറഞ്ഞപ്പോൾ അവരവിടെ ഇരുന്ന് കരയാൻ തുടങ്ങി. ആ സമയത്ത് 45 ദിവസമൊക്കെ ഉള്ള കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഞങ്ങൾ കാൽനടയായി കിലോമീറ്ററുകൾ നടന്ന് സുവിശേഷം പറയാനായിട്ട് പോകുമായിരുന്നു. കുഞ്ഞിനെ ഞങ്ങൾ നോക്കിയിട്ടേ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ ഞങ്ങൾ എഴുന്നേറ്റ് പോകും. ഞങ്ങൾക്ക് വാഹനമില്ല. ഞങ്ങൾ ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ദീർഘദൂരങ്ങൾ ഞങ്ങൾ സഞ്ചരിക്കും. ഒരു ഓട്ടോ വിളിക്കണമെന്ന് വെച്ചാൽ നടക്കത്തില്ല. അതിന് ആ സമയത്ത് ഞങ്ങളുടെ കയ്യിൽ സാഹചര്യമില്ല.
ആമേൻ. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു അനുഭവത്തിൽ കൂടെ കടന്നുപോയ സ്ഥാനത്ത് ദൈവം വിശ്വസ്തനായി ഇന്ന് നടത്തിയ ഇവിടം വരെ അവൻ ഒരിക്കൽ പോലും ഒരു മനുഷ്യനെയും ആശ്രയിക്കാതെ അപ്പോൾ തന്നെ കർത്താവിൽ ആശ്രയം വെച്ച് ദൈവം പ്രവർത്തിച്ചതൊക്കെ മനുഷ്യരിലൂടെയാണ്. ദൈവത്തിന്റെ കരം പലരും ചോദിക്കും നൂലെ കെട്ടി ഇറക്കി തരുമോന്ന്. ഞങ്ങൾ അത് കണ്ടാണ് ഇന്നവരെ സുവിശേഷത്തിന്റെ മഹത്വം വെളിപ്പെടുത്താനായിട്ട് കർത്താവ് നടത്തിയത്. ദൈവം എല്ലാവർക്കും വിശ്വസ്തനാണ്. അവൻ ആർക്കും കടക്കാരൻ അല്ലേ അല്ല. അതുകൊണ്ട് ദൈവത്താൽ വിളിക്കപ്പെട്ട ദൈവജനം ഏതൊരവസ്ഥയിലും കർത്താവിനെ മഹത്വപ്പെടുത്തുന്നെങ്കിൽ അതിശ്രേഷ്ഠമായ വിധത്തിൽ കർത്താവ് നടത്താൻ വിശ്വസ്തനാണ്. ഞാൻ അതിന്റെ സാക്ഷിയാണ്. ഒരനുഭവം അല്ല എനിക്ക്, പലപ്പോഴും ആമേൻ ജീവിതത്തിൽ ഞാൻ ഈ അനുഭവത്തിൽ കൂടെ നടന്നു വന്നവളാണ്. ആമേൻ. കർത്താവ് അതുകൊണ്ട് ആമേൻ നമ്മളോട് പറയുന്നത് നമ്മുടെ ശൂന്യതകളിൽ ആമേൻ കർത്താവിന് ഒരു പുതിയ മുഖം പകരാനാണ്. ഹല്ലേലൂയ. ഭൂമി പാഴും ശൂന്യവുമായി ഭവിച്ചു, എങ്കിലും അവൻ അതിനെ വെള്ളത്താൽ എന്ത് ചെയ്യുന്നു? മൂടി വെക്കാൻ ഇടയാക്കുന്നു. ചൊവ്വാഗ്രഹത്തെയോ വ്യാഴത്തെയോ ആമേൻ ഹല്ലേലൂയ ഈ ബുധനെയോ ശുക്രനെയോ ഒന്നും കർത്താവ് പരിപാലിച്ചില്ല. ഞാനും നിങ്ങളും പാർക്കുന്ന ഭൂമിയെ അവൻ കൈവിട്ടില്ല. ആമേൻ. അതിനെ എന്ത് ചെയ്തു? വെള്ളത്താൽ പരിപാലിക്കാൻ ഇടയായി തീർന്നു. ആത്മാവ് അതിന്റെ മേൽ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. ഇവിടെ ആരോ പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥിച്ചു, വെള്ളത്തിന്റെ മേൽ ആത്മാവ് പരിവർത്തിച്ചതുപോലെ ദൈവത്തിലെ എന്റെയും നിന്റെയും ജീവിതത്തിന്റെ അകത്തളങ്ങളിൽ ആത്മാവിന്റെ ഒരു പരിവർത്തനം നടക്കുന്നത് കൊണ്ട് ദുഷ്ടന് അവൻ തൊടാൻ പറ്റിയില്ല. അവൻ അവനെ തകർക്കാൻ പറ്റിയില്ല. ഒരു പുതിയ മുഖം, അവൻ പുതിയൊരു അനുഭവം, പുതിയൊരു എണ്ണ നമ്മെ കേൾപ്പിക്കാൻ വേണ്ടി തന്നെ പരിശുദ്ധാത്മാവ് നമ്മെ നീക്കി ബാക്കി വച്ചു. 8ാം ക്ലാസ്സിൽ പഠിച്ച അവൻ സമയത്ത് ആത്മഹത്യക്ക് വേണ്ടി പോയ ഞാൻ അന്ന് മരിച്ചിരുന്നെങ്കിൽ ഈ അനുഭവത്തിൽ എനിക്ക് നിൽക്കാൻ പറ്റുമായിരുന്നില്ല. ഞാൻ എഴുതി വെച്ച വാക്കുകൾ മണലടിഞ്ഞു മരിച്ചു മറഞ്ഞു പോകുമായിരുന്നു എന്റെ ഓർമ്മകൾ എന്ന് ഞാൻ ഒരു വരി കവിത എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്റെ കവിതകളൊക്കെ FM റേഡിയോയിലൊക്കെ ആ കാലത്ത് ഞാൻ വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പ് യുവവാണിയിലൊക്കെ വരുമായിരുന്നു. ആമേൻ. അന്ന് ഞാൻ ഇങ്ങനെ അതിനുശേഷം ഞാൻ ഇങ്ങനെ എഴുതിയ വരികളിൽ ഇങ്ങനെ ഒരു കാര്യം ഞാൻ എഴുതുവാനിടയായി തീർന്നു. ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം ഇത്രയുമേ ഉള്ളൂ. ഒരു പുതിയ മുഖം തരാൻ വേണ്ടി ദൈവം ഒന്ന് ഉടച്ചു വാർത്താൽ കുശവന്റെ വീട്ടിലേക്ക് നീ ചെല്ലുമ്പം ചക്രത്തിന്മേൽ ചീത്തയായി പോയ പാത്രത്തെ അവൻ പുതിയൊരു പാത്രമാക്കാൻ വേണ്ടി തന്റെ കൈകളിൽ വച്ച് മെനയുന്നവൻ അവൻ പിന്നെയും മെനയും. ഹല്ലേലൂയ. ആ ഭൂമി എന്ത് ചെയ്തു? അവൻ പുതുക്കി. ആമേൻ. ആ പുതിയ മുഖത്തെ നൽകിയിട്ട് അതിന്റെ പൊടിയിൽ നിന്ന് തന്നെ ഒരു മനുഷ്യനെ ഉണ്ടാക്കി അവന്റെ മേൽ എന്ത് ചെയ്തു? ജീവശ്വാസം പൂതാനിടാക്കി വച്ച ദൈവം ആമേൻ ഹല്ലേലൂയ വളരെ വാഗ്ദത്തങ്ങളും അവന്റെ മേൽ കൊടുത്തു. നിങ്ങൾ ഭൂമിയിലൊക്കെയും വർദ്ധിച്ച് പെരുകുവാനിടയായി തീരണം. അങ്ങനെ വർദ്ധിച്ചു പെരുകുവാൻ വാഗ്ദത്തം കൊടുത്ത ദൈവം ഹല്ലേലൂയ അവന്റെ മേൽ ആ ദൈവത്തിന്റെ തേജസ്സിനാലും ആത്മാവിനാലും നിറച്ചു. എന്നാൽ എപ്പോഴോ എന്ത് ചെയ്തു? ശത്രു ഇതിന്റെ അകത്ത് കള വിതയ്ക്കാൻ ഇടയായി തീർന്നു. ഒരു കാര്യം പറയാം, വളരെ ശക്തമായി ചിന്തിച്ചോണം. ഇതിന്റെ അകത്ത് ഞാൻ പറഞ്ഞു ഒരാത്മാവിന്റെ പകർച്ചയുണ്ട്. ഇതൊരു ഏതിനെ പോലെ സ്വർഗം കാണുന്ന ഒരിടമായിട്ട് എനിക്കങ്ങ് ഫീൽ ചെയ്യുകയാണ്. ദൈവത്തിന്റെ ആത്മാവിനാൽ അങ്ങനെ ഒരു തലത്തിൽ നിർത്താൻ പരിശുദ്ധാത്മാവ് ഒരു എണ്ണ അവൻ ഒരു നദി അവൻ കണ്ടിട്ടുള്ള ഒരു ഇടം എന്ന നിലയിൽ പറയുക, നിങ്ങൾ സൂക്ഷിച്ചോണം. ശത്രുവിന് ഒരു കാരണവശാലും ഇടം കൊടുക്കരുത്. അങ്ങനെ ഉള്ളിടത്ത് ആ ശത്രു എപ്പോഴും എന്ത് ചെയ്യുന്നത്? പ്രവർത്തിക്കുന്നതും തകർക്കാനായിട്ട് ശ്രമിക്കുന്നതും. അതുകൊണ്ട് ദുഷ്ടന് ഇടം കൊടുക്കരുത്. നീ വാഴാൻ പറഞ്ഞാൽ വാഴുന്ന വ്യക്തിയായിരിക്കണം. അവൻ കാക്കണമെന്ന് സ്വർഗം പറഞ്ഞാൽ കാക്കുന്ന വ്യക്തിയായിരിക്കണം. അപ്പൊ ഈ അലേർട്ട് ആയിരുന്നോണം എന്നാ പരിശുദ്ധാത്മാവ് പറയുന്നത്. സകലത്തിലും കുടുംബകാര്യങ്ങളിലാകട്ടെ, അവൻ ആത്മീക ജീവിതത്തിലാകട്ടെ, ആമേൻ അല്ലെങ്കിൽ കൊടുക്കൽ വാങ്ങലുകളിലാകട്ടെ, ആമേൻ നമ്മൾ നമ്മെ തന്നെ അവൻ പരിശോധിച്ച് ദൈവിക കൃപയിൽ തന്നെ താൻ പൊതിഞ്ഞുകൊള്ളണം, മറിഞ്ഞുകൊള്ളണമെന്ന് ഞാൻ ഓർക്കുകയാണ്. നോക്കുക, അവൻ ഈ ഭൂമിയിൽ അവൻ ആദമിനെയും ഹവ്വയെയും കർത്താവ് ആക്കി വെക്കുക. പക്ഷെ പേരാദമെന്നേ വെളിപ്പെടുന്നുള്ളൂ. പിന്നത്തേതിലാണ് എന്ത് ചെയ്യുന്നത്? നരകിൽ നിന്ന് ഒരുത്തിയെ എടുക്കുവാൻ വേണ്ടി അനസ്തേഷ്യ കർത്താവ് പ്രയോഗിച്ചത്. അവൻ ഫസ്റ്റ് അനസ്തേഷ്യ എവിടെയായിരുന്നു? അവൻ ഏതൻ തോട്ടത്തില്. അവൻ നമ്മുടെ ഡോക്ടർമാര് കണ്ടുപിടിച്ചതൊന്നും അല്ല അനസ്തേഷ്യ. സ്വർഗത്തിലെ ദൈവം അതിന് മുമ്പേ എന്ത് ചെയ്തിട്ടുണ്ട്? അവൻ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കാണിച്ചു തന്നിട്ടുണ്ട്. ആദ്യത്തെ സർജറി നടത്തിയെന്ന് ചോദിച്ചാൽ കർത്താവാ. എന്നാ കാര്യം? വാരിയല് എടുക്കാനേ. വാരിയല്ലുകളാണ് അവൻ എന്നോർത്ത് എന്ത് ചെയ്തോണം? അതിനോട് വളരെയധികം ഇത് അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസത്തിൽ മാംസമാണോ നോർത്ത് എന്ത് ചെയ്തോണം? അമേൻ അമേൻ അമേൻ. വളരെ സ്നേഹത്തോടും വളരെ കരുതലോടും അവൻ ഇത് റിബാണ്, ഇത് ഒടിഞ്ഞു പോകാൻ സമ്മതിക്കരുത്. ആമേൻ. അത് പിന്നെ ഒടിഞ്ഞാ പിന്നെ റിബ് വച്ചേട്ടാ ഒടിക്കല്ലേ? അവൻ ഒടിക്കരുതേ.
പ്രൈസലോട് അത് നല്ല രീതിയിൽ പരിപാലിക്കപ്പെടേണ്ടതാണ്. സ്നേഹത്തിലും ആമേൻ ദൈവത്തിന്റെ ആത്മാവിലും അതിനെ പരിപാലിക്കുകയാണെങ്കിൽ, അല്ലെ? ശരിയല്ലേ? വേറെ ഏത് അസ്ഥിയും വേണമെങ്കിൽ എന്ത് ചെയ്യാം? പണിതെടുക്കാം. ഓടിച്ചാൽ, ഒരു പ്രാവശ്യം ഓടിച്ചാൽ ജീവിതത്തിൽ ആമേൻ വച്ച് കെട്ടാൻ പറ്റാത്ത ഒരൊറ്റ അസ്ഥിയെ ശരീരത്തിലുള്ളൂ. അപ്പൊ ദൈവം പറ്റിയ അസ്ഥി തന്നെയാണ് എന്ത് ചെയ്തത്? എടുത്തത്. പറ്റിയ അസ്ഥി തന്നെ നമുക്ക് ചേരുന്ന അസ്ഥി തന്നെയാ സ്വർഗത്തിലെ ദൈവം നമുക്ക് ആക്കിത്തരാൻ ഇടയായി തീർന്നതും. പ്രൈസലോട് അതുകൊണ്ട് അത് നല്ല രീതിയിൽ സ്ത്രീജനം ബലഹീന പാത്രമെന്നും കൃപയുടെ കൂട്ടവകാശികളും എന്ന് ഓർത്ത് അവരോട് എന്ത് ചെയ്യണം? കരുണ കാണിക്കണം. ചിലപ്പോൾ ഇവർ ഈ എല്ലിന്റെ സ്വഭാവമൊക്കെ കാണിക്കും. ആമേൻ. അപ്പം എല്ലെടുത്തല്ല, അതെല്ലാം തോന്നുന്ന കഴുതയുടെ പച്ചത്താടിയല്ലോണ്ട് ഗിദയോൻ എന്ത് ചെയ്തു? കുന്ന് രണ്ടെന്ന് ആമേൻ ഇട്ടതുപോലെ ചില ചതയൊക്കെ കൊടുക്കാൻ നമുക്ക് തോന്നിപ്പോകും. പക്ഷെ കൃപയോടുകൂടെ വേണം ഇടപെടാൻ. ആമേൻ. പരിശുദ്ധാത്മാവിൽ നിന്ന് ആമേൻ പ്രവർത്തിച്ച ഒരു കുഴപ്പവും ഒരു ദോഷവും വരാത്ത വിധത്തിൽ കർത്താവ് എന്ത് ചെയ്തോളും? ക്രമീകരിച്ചോളും. ചിലതിന്റെ ഒക്കെ സ്വഭാവം എത്ര വിചാരിച്ചാലും എന്ത് ചെയ്യത്തില്ല, ശരിയാക്കാൻ പറ്റത്തില്ല. പക്ഷെ പേടിക്കണ്ട, അതൊക്കെ നന്നായിട്ട് എന്ത് ചെയ്തോളും? സ്വർഗം അങ്ങ് പണിതോളും. അയ്യോ, പണിയപ്പെടാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ച ഈ ദിവസങ്ങളിൽ കലം കണ്ട സ്വർഗം അവിടെയും പണിയാൻ വിശ്വസിച്ചു. ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്താൽ മതി. തിരിച്ചൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് വിചാരിക്കരുത്. അവൻ എന്ത് കിട്ടിയാലും എന്ത് ചെയ്യരുത്? അറിഞ്ഞു വെച്ചോണ്ട് ആമേൻ കർത്താവ് പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കിയിട്ടേ വിഴുങ്ങാവും. ആമേൻ. അല്ലെങ്കിൽ വലിയ കുഴപ്പമുണ്ടാകും. പരിശുദ്ധാത്മാവ് പറയാത്തതൊന്നും എന്ത് ചെയ്ത് ആമേൻ ഇത് തന്നത് എന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസവുമായ സ്ത്രീ തന്നു, അത് ഞാൻ ഭക്ഷിച്ചു എന്ന് പറഞ്ഞ് ചുമ്മാ വിഴുങ്ങിയേക്കരുത്. കർത്താവിന്റെ വചനത്തിന്റെ വ്യവസ്ഥ വല്ലതും ഉണ്ടോ എന്ന് എന്ത് ചെയ്യാവുള്ളൂ? വിഴുങ്ങാവുള്ളൂ. കുഴപ്പമുണ്ടാകത്തില്ല. ആ വാക്ക് ഞാൻ അവിടെ കൊണ്ട് അവസാനിപ്പിക്കുക. നോക്കിക്കേ, ജീവശ്വാസം ഊതപ്പെട്ട ജനം എഴുന്നേറ്റു, കാക്കേണ്ടിടത്ത് കാക്കുകയും വാഴേണ്ടിടത്ത് വാഴുകയും ചെയ്യുവാൻ പരിശുദ്ധാത്മാവിൽ നിയുക്തരായ അനുഭവത്തിൽ നിന്നുകൊണ്ട് തന്നെ വേണം ദൈവത്തിനായി പ്രവർത്തിക്കുവാൻ വേണ്ടി എന്ന് ഓർക്കുക. ഇനി ഞാൻ ഒന്ന് പറയാം. ആമേൻ. എസ്കേൽ പ്രവാചകന്റെ പുസ്തകം 36-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വീണ്ടും നമ്മൾ ഒരു അസ്ഥിയെ കാണുന്നുണ്ട്. ആ അസ്ഥി ആമേൻ താഴ്വരയുടെ പരത്തിൽ എന്ത് ചെയ്തു? ഏറ്റവും പരന്നു കിടന്നു. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ആമേൻ പ്രാർത്ഥനയിൽ ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് ഈ അസ്ഥി എന്നുള്ള വിഷയം പലപ്പോഴും ആമേൻ ദൈവത്തിന് വേണ്ടി ഒരു സൈന്യത്തെ എഴുന്നേൽപ്പിക്കുക എന്നുള്ള വിഷയത്തിൽ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. കർത്താവ് എന്നെ അത് പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറയുവാനിടയായി തീർന്നു. അസ്ഥി ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു കുടുംബത്തെ കൂടെ കാണിക്കുകയാണ്. അസ്ഥി രണ്ട് ആമേൻ വ്യക്തികളെ എന്ത് ചെയ്യുകയാണ്? ജോയിന്റ് ചെയ്യുന്ന ഒരു അനുഭവത്തെയാണ് കാണിക്കുന്നത്. ഒരു കുടുംബം ആമേൻ വരുമ്പോൾ അസ്ഥിയോട് ചേർന്നു എന്ന് തന്നെ പറയണം. അപ്പം പക്ഷേ ചില സമയത്തൊക്കെ ഈ അസ്ഥിക്കും ജോയിന്റിനും ഒക്കെ തമ്മിലുള്ള ആമേൻ ബന്ധം വിട്ടുപോകാറുണ്ട്, അല്ലെ? ബന്ധം എന്ത് ചെയ്യാറുണ്ട്? വിട്ടുപോകാറുണ്ട്. അത് വലിയ പെയിൻഫുൾ ആയ അനുഭവം ഉണ്ടാക്കും. കാരണം ഞാൻ വേറെ ഒന്നും പറയണ്ട, നമ്മുടെ ഈ രണ്ട് അസ്ഥികൾ തമ്മിൽ ജോയിന്റ് ചെയ്യുന്ന ഒരു തലം ഇവിടെയുണ്ട്, അല്ലെ? ഒരു ജോയിന്റ് ഇവിടെയുണ്ട്. ആമേൻ. അത് വളരെ സ്മൂത്ത് ആയിട്ട് പ്രവർത്തിച്ചില്ലെങ്കിൽ കൈ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഉയർത്താൻ പറ്റത്തില്ല, പൊക്കാൻ പറ്റത്തില്ല. പലയിടങ്ങളിലും അത് ഉയർച്ചയെ തടുക്കും. അതുകൊണ്ട് പ്രിയ സഹോദരിമാരെ, പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഒന്നിച്ച് പ്രവർത്തിച്ചെങ്കിലേ കൈ ഉയർത്താൻ പറ്റത്തുള്ളൂ, ദേശത്ത് തല ഉയർത്താൻ പറ്റത്തുള്ളൂ. ഒന്നിച്ച് നിന്ന് രണ്ടുപേർ ഒത്തിട്ട് വേണം. ആമേൻ. ആമോസിന്റെ പുസ്തകം 3-ാം അധ്യായം 3-ാം വാക്യം, സിംഹം ഉച്ചുകാട്ടിൽ അലറുകയാണ്, ആമേൻ തകർക്കാൻ വേണ്ടി അവൻ വളരെ ശക്തമായി വാദിക്കുകയാണ്. എന്നാൽ ആമേൻ എന്ത് ചെയ്യണം? രണ്ടുപേർ ഒന്നിച്ച് നടക്കാൻ ഇടയായി തീരണം. രണ്ടുപേർ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കാൻ കഴിയുകയില്ല. എന്നാൽ രണ്ടുപേർ ഒത്താൽ ആമേൻ അതിൽ കൂടെ വൻ കാര്യങ്ങളെ സാധിക്കും. കാരണം 2-3 സാക്ഷികളുടെ വാമൊഴിയാൽ ഏത് കാര്യവും ഉറപ്പാക്കാമെന്ന ഉറപ്പ് തരുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ട്. അതിന് ഉറപ്പാണ് രണ്ടുപേരെ കർത്താവ് എന്ത് ചെയ്യുന്നത്? വചനത്തിന്റെ ആമേൻ പ്രാർത്ഥനാ വിഷയത്തെ കുറിച്ച് പറയുമ്പോൾ രണ്ടുപേർ എന്റെ നാമത്തിൽ ഐക്യമത്യപ്പെട്ടാൽ, ഞാൻ ചോദിച്ചേ, ഒരു കുടുംബത്തിന് ഐക്യമത്യപ്പെടാൻ കഴിയുന്നത് പോലെ ഐക്യമത്യപ്പെടാൻ കഴിയുന്നത് ആർക്കാണ്? ഞാനും ഈ കർത്താവിന്റെ ദാസിയും ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ എത്ര അറ്റം വരെ പോകും? 2 ദിവസം കഴിഞ്ഞ് ഞാൻ ഇവരെ വീട്ടിൽ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കാൻ നിന്ന 3-ാമത്തെ ദിവസം ഇവരെന്നോട് പറയും നാട്ടിലോട്ട് വണ്ടി കയറിക്കോളാൻ പറയുള്ളൂ. ആമേൻ. ബാക്കിയുള്ള ഐക്യങ്ങളെല്ലാം എന്നാൽ കർത്താവ് അസ്ഥിയെയും ചേർത്ത് നിർത്തിയിട്ട് ഒന്നിച്ച് പ്രവർത്തിക്കുവാൻ ഏൽപ്പിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നിച്ച് നിന്നാൽ ദൈവിക വീര്യം നാം കാണാൻ. അതിന്റെ അകത്ത് തലമുറയുണ്ട്, അതിന്റെ അകത്ത് നന്മകളുണ്ട്, എന്തൊക്കെയുണ്ടോ അതിനകത്ത് ഇതെല്ലാം അല്ലെ? അവൻ രണ്ട് വ്യക്തി അതുപോലെ തന്നെ ഇപ്പൊ ഇവിടെ അങ്ങനത്തെയുള്ള ആളുകൾ ഒന്നും തന്നെ ഇല്ലെങ്കിലും ഞാൻ പറയട്ടെ,
പൊതുവെ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാല് പലരും പറയും ആമേൻ 1 വർഷം ഒന്ന് കഴിയട്ടെ ഒരു തലമുറയ്ക്ക് വേണ്ടി, 2 വർഷം ഒന്ന് കഴിയട്ടെ ആമേൻ എന്നൊക്കെ പറഞ്ഞ് നീട്ടിവെക്കുന്ന പല പശ്ചാത്തലവും ഞാൻ കാണാറുണ്ട്. അത് പൊതുവെ നമ്മുടെ ഒരു നാടിന്റെ സംസ്കൃതിയായി മാറിക്കഴിഞ്ഞു. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്, തലമുറ എന്നത് ദൈവം ഒരു കുടുംബത്തിന് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന അനുഗ്രഹമാണ്. അത് ഈ ദിവസങ്ങളിൽ മാറ്റിവെക്കാനൊന്നും നമുക്ക് പറ്റത്തില്ല. കാരണം തിരുവചനം കാണുമ്പോഴൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് ആമേൻ ദൈവം രണ്ടുപേരെ യോജിപ്പിച്ചാൽ അതിന്റെ ഒരു റിസൾട്ട് തലമുറയാണ്, അല്ലെ? എന്നാൽ ചില വിഷയങ്ങളിൽ ദൈവം തലമുറയുടെ വിഷയം അടുത്തു വയ്ക്കും. പക്ഷെ അത് താൽക്കാലികമാക്കട്ടോ, ദൈവത്തിന്റെ അനുഗ്രഹം വരാറായി, ദൈവത്തിന്റെ വിടുതൽ എന്ത് ചെയ്യാറായി, വെളിപ്പെടാൻ സമയമായി. കർത്താവിന്റെ കരം നിനക്ക് വേണ്ടി ചലിക്കാൻ തുടങ്ങി. പക്ഷെ മാനുഷികമായിട്ട് നീക്കി വച്ചിട്ട് അവസാനം ഒന്നുമില്ലാത്ത പശ്ചാത്തലത്തിൽ നിൽക്കുന്ന പലരും ഉണ്ട്. ആമേൻ ദൈവസന്നിധി റിപ്പന്റ് ചെയ്തോണം, മടങ്ങി വന്നോണം, കാലിന് കരഞ്ഞോണം. ഇത് ദൈവസഭയ്ക്ക് എന്ന് കൊടുക്കുന്ന ഒരു വാണിംഗാണ്. ഇന്ന് ദൈവസഭയിലും ഈ ഒരു പശ്ചാത്തലവാ. കാരണം പലർക്കും ദൈവം കൊടുക്കുന്നുണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ ഞാൻ എന്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഒരു കാര്യം പറയാം. എന്റെ അനുഭവത്തിൽ നിന്ന് ഞാനൊരു കാര്യം പറയാം. വിവാഹം കഴിഞ്ഞ ഒരു ഭാര്യയും ഭർത്താവും അവരുടെ വിവാഹം നടത്തുന്നതിന്റെ ഒരു പങ്ക്, ചെറിയൊരു പങ്ക്, ഞങ്ങൾ അവരുടെ സഭയിലെ പാസ്റ്റർ ഭാര്യ ഒന്നുമല്ല, പക്ഷെ എങ്കിലും ഒരു ചെറിയ പങ്ക് വഹിക്കാൻ ഇടയായി തീർന്നു. അവർക്ക് വേണ്ടി ആ ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് എന്ന് പറയാൻ പറ്റത്തില്ല, കാരണം കല്യാണം കഴിഞ്ഞ ശേഷമാണ് കൗൺസിലിംഗ് കൊടുത്തത്. ദൈവത്തിന്റെ ആത്മാവ് എന്നോട് വളരെ വ്യക്തമായി പറഞ്ഞു, ഇവർക്ക് ആമേൻ തലമുറയുടെ വിഷയത്തിന് വേണ്ടി ഇവരൊരു മാനുഷികമായ വസ്തു വെക്കാതിരുന്നാൽ ഇവർക്ക് ഞാൻ തലമുറകളെ കൊടുക്കും, അല്ലെങ്കിൽ ആമേൻ തലമുറയുടെ വിഷയം ആമേൻ പ്രയാസമായിരിക്കുമെന്ന്. ഞാൻ ഈ കാര്യം സംസാരിച്ച് വന്നപ്പോൾ ആമേൻ ഈ കുട്ടിക്ക് പിന്നെ ഫൈബ്രോയിഡ് ഉണ്ട്. ജീവിതത്തിൽ ഒരിക്കലും ഒരു പ്രഗ്നൻസിക്ക് സാധ്യത ഇല്ലാത്ത വിധത്തിൽ ഫൈബ്രോയിഡ് ഈ കൊച്ചിനുണ്ട്. പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ പക്ഷെ ഞാൻ പരിശുദ്ധാത്മാവില്ല കുഞ്ഞിനോട് പറഞ്ഞു, ആമേൻ നിങ്ങൾ ഒരു തലമുറയ്ക്ക് വേണ്ടി ദൈവകരങ്ങളിൽ നിങ്ങളെ തന്നെ സമർപ്പിച്ച് ഈ വിവാഹത്തിന്റെ ആദ്യ നാളുകളിൽ തന്നെ ആമേൻ നിങ്ങളുടെ സ്റ്റാറ്റസോ നിങ്ങളുടെ ജോലി സെറ്റപ്പോ നിങ്ങളുടെ ഭാവിയോ അല്ലെങ്കിൽ വിവാഹം കഴിച്ചിട്ട് കുറച്ചു നാൾ ഒന്നിച്ച് എവിടെയെങ്കിലും ഒക്കെ ഒരു ഉല്ലാസയാത്ര പോകാമെന്നുള്ള തീരുമാനമോ ഇതൊന്നുമല്ല കാര്യം. നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു തലമുറയ്ക്ക് വേണ്ടി നിങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റും. ആമേൻ എന്തായാലും ആ കുഞ്ഞുങ്ങൾ ദൈവത്തിന്റെ സ്നേഹത്തിൽ ആ കാര്യം അവർ ഏറ്റെടുത്തു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവക്കറിയാം ഇവൾക്ക് എന്തില്ല, ആമേൻ ഫൈബ്രോയിഡ് ഉണ്ട്, ഓവറിയില് ആമേൻ ഇതുണ്ട്, സിസ്റ്റ് ഉണ്ട്, ആമേൻ യൂട്രസിൽ ഫൈബ്രോയിഡ് ഉണ്ട്. പലപ്പോഴും അവളുടെ ആമേൻ സ്ത്രീകളുടെ മുറ അതിൻ്റെതായ നിലവാരത്തിലല്ല എന്ന് ഈ കൊച്ചിനറിയാം. ആമേൻ അത് അവളുടെ ഭർത്താവിനോട്ട് അറിയത്തുമില്ല. പക്ഷെ ദൈവാത്മാവ് എനിക്കത് വെളിപ്പെടുത്തി തരാൻ ഇടയായി തീർന്നു. ഞാൻ ആ കാര്യം വളരെ വ്യക്തമായിട്ട് ഈ കുഞ്ഞിനോട് സംസാരിക്കുകയും ചെയ്തു. കൃപയാൽ അവർ ആ കാര്യത്തിൽ, അപ്പം പ്രതീക്ഷയ്ക്ക് വകയില്ല എന്ന് ഇവൾക്ക് തന്നെ അറിയാവുന്നിടത്ത് ദൈവത്തിന്റെ സന്നിധിയിൽ അവൾ സമർപ്പിച്ച് താഴ്ത്തി ഏൽപ്പിച്ചു. ആദ്യ മാസങ്ങളിൽ തന്നെ ആമേൻ ഈ കുഞ്ഞ് കൺസീവായി ഒരു പെൺകുഞ്ഞിനെ ദൈവം അവർക്ക് കൊടുത്തു. അവൾക്ക് അവർ സ്തുതി എന്ന പേരിട്ടു. ഇപ്പോൾ ആ കുഞ്ഞുണ്ട്. അതിനുശേഷം ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇവർക്ക് തോന്നി ഇനി ഒരു കുഞ്ഞും കൂടെ വേണം എന്ന് അവരാഗ്രഹിച്ച് ഇന്ന് വരെ വിചാരിച്ചിട്ട് നടന്നിട്ടില്ല. ഇന്ന് വരെ വർഷങ്ങൾ എന്ത് ചെയ്തു, ആഗ്രഹിച്ചിട്ടും ഈ കാര്യം അവർക്ക് നടന്നിട്ടില്ല. അപ്പൊ ദൈവത്തിന്റെ വാഗ്ദത്തം അന്ന് പറഞ്ഞത് ഏറ്റെടുത്തത് കൊണ്ട് ഇന്ന് കിട്ടുന്ന കുഞ്ഞിനെ നാളെ നിങ്ങൾ തല കുത്തി നിന്നാലും കിട്ടത്തില്ല, ഒരിക്കലും കിട്ടത്തില്ല. അതുകൊണ്ട് ഇന്നെന്നുള്ളത് ഇന്ന് പ്രാപിച്ചോണം. ആമേൻ. ദൈവം അത് ഞാനിപ്പം ഈ കാര്യം അങ്ങനെ പറഞ്ഞത് വെറുതെ പറഞ്ഞതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ദൈവത്തിന് അതിനകത്ത് എന്തെങ്കിലും ഒരു ഉദ്ദേശം ഉണ്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങളോടൊരു വാഗ്ദത്തം ഉണ്ടോ, അത് നിങ്ങൾ സമയങ്ങൾക്കപ്പുറത്ത് മാറ്റിവെച്ച് നിങ്ങളുടെ സെക്യൂരിറ്റി നോക്കുമ്പോൾ കർത്താവ് അതിനകത്ത് ആമേൻ നല്ല രീതിയിൽ കണ്ടെന്നിരിക്കില്ല. എന്തുകൊണ്ട് ഞാനിത് പറഞ്ഞു, നിങ്ങൾ നാളെ പ്രബോധിപ്പിക്കേണ്ടവരാണ്, സഭയെ നയിക്കേണ്ടവരാണ്, ദൈവാലോചന അനേകർക്ക് പകരേണ്ടവരാണ്. സമൂഹത്തിന്റെ മുൻപിൽ നിങ്ങൾ നല്ല നിലയിൽ ദൈവകരങ്ങളിൽ ഉപയോഗിക്കപ്പെടേണ്ടവരാണ്. ഇക്കാര്യം നിങ്ങൾ പ്രബോധിപ്പിക്കുക. എന്നാൽ ഈ വിഷയത്തിന്മേൽ ഞെരങ്ങിക്കൊണ്ടിരിക്കുന്നവരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിനക്ക് വേണ്ടിയുള്ളത് സ്വർഗം കണ്ടിട്ടുണ്ട്, നിനക്ക് വേണ്ടിയുള്ളത് ദൈവത്തിന്റെ പ്രവൃത്തിയായി ഈ അടുത്ത ദിനങ്ങളിൽ ഉൾപ്പെട്ടു വരും. കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും. ദൈവപ്രവൃത്തി ജീവിതത്തിന്റെ മുഖത്ത് തേജസ്സിന്റെ പുതുക്കം എന്നതുപോലെ സ്വർഗത്തിലെ ദൈവം നൽകി തരും. കോർബയിൽ ആമേൻ യാദൃശികമായി ആമേൻ ശുശ്രൂഷയ്ക്ക് ബിലാസ്പൂരിൽ ചെന്നപ്പോൾ അവിടെയുള്ള ഒരു കർത്താവിന്റെ ദാസന്റെ ഭാര്യ എന്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ കടന്നു വന്നു. IPC കാരൻ പാസ്റ്റർ, അദ്ദേഹത്തിന്റെ ഭാര്യ കടന്നു വന്ന് പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, പിന്നത്തേതിൽ നിങ്ങൾ രണ്ടുപേരും കൂടി ഒന്നിച്ചു വരൂ, ചില ക്രമീകരണങ്ങളൊക്കെ എനിക്ക് പറയാനുണ്ട്. പക്ഷെ അതിനൊന്നും അവസരം ഉണ്ടായില്ല. ഏതായാലും ഈ സഹോദരി വന്നു, പ്രാർത്ഥിച്ചു. ഇവര് സ്ലേയിങ് ആയിട്ട് താഴെ വീഴാനിടയിൽ ഞാൻ ഇരുന്ന് തന്നെയാ പ്രാർത്ഥിച്ച്. ഇവർ എന്റെ അടുക്കൽ ഇരുന്നാ പ്രാർത്ഥിച്ചത്.
ഇവര് സ്ലേയിങ് ആയിട്ട് താഴോട്ട് വീണു. ഇവരെ വന്ന് കണ്ടപ്പോഴേ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ഇവരുടെ ഉള്ളിൽ ഫൈബ്രോയിഡാ. ഓവറി ഫൈബ്രോയിഡ് വന്നിട്ട് ഈ ഓവറി നീക്കം ചെയ്യുകയല്ലാതെ ആമേൻ വേറെ ഒരു വഴിയും ഇല്ല. സർജറി ചെയ്താലും ആമേൻ മരുന്ന് കഴിച്ചാലും ഈ ഫൈബ്രോയിഡ് എന്ത് ചെയ്യത്തില്ല, നീങ്ങുകയില്ല എന്ന് കർത്താവ് എന്നോട് പറഞ്ഞു. ഞാൻ ഈ കാര്യം അവരോട് പറഞ്ഞപ്പോൾ അവർ എന്നോട് പറഞ്ഞു, ഇത് ഡോക്ടർമാർ വിധി എഴുതിയ കാര്യമാണ്, നിങ്ങൾക്ക് ജീവിതത്തിൽ ഇനി ഒരു തലമുറ ഉണ്ടാകത്തില്ല. വർഷം 12 കഴിഞ്ഞു, വിടുതൽ എന്ത് ചെയ്യില്ല, കാണത്തില്ലെന്ന് മെഡിക്കൽ സയൻസ് പറഞ്ഞു. വേറൊരു വഴിയില്ല, വേണേ നിങ്ങൾക്ക് ഒരു കൊച്ചിനെ എടുത്തു വളർത്താം എന്നുള്ള ഒരു. പക്ഷെ അവരെ ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു, ദൈവസന്നിധാനത്തിൽ ആ വിഷയം വച്ചുകൊണ്ടിരുന്നു. ആ സഹോദരി ഇങ്ങനെ സ്ലേയിങ് ആയി വീണു. അതിശക്തമായ വയറുവേദനയാൽ ഞാൻ അവരുടെ വയറിൽ കൈകളെ വച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആമേൻ. അതിശക്തമായ വേദനയാൽ അവരിങ്ങനെ പിടഞ്ഞു. ദൈവത്തിന്റെ ആത്മാവ് ആ സമയത്ത് ഇങ്ങനെ ഒരു പദം ഉപയോഗിച്ചു, ലക്ഷങ്ങളുടെ സർജറി ആമേൻ ചെയ്താലും നടക്കാൻ കഴിയാത്ത ഒരു സർജറി കർത്താവ് ഈ സമയം ചെയ്തുകൊണ്ടിരിക്കുക. ലക്ഷങ്ങൾ മുടക്കിയാൽ ആ സർജറി നടക്കത്തില്ല, നടന്നുകൊണ്ട് കാര്യമില്ല. ഓവറി റിമൂവ് ചെയ്യുകയേ മാർഗമുള്ളൂ. ആമേൻ. എന്ന ഒരു സ്ഥിതിയിൽ നിന്ന് സ്വർഗത്തിലെ ദൈവം അവരെ സൗഖ്യമാക്കി. ആമേൻ. കർത്താവ് ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിൽ പിന്നീട് ഞങ്ങൾക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാനൊന്നും പറ്റിയില്ല. പക്ഷെ 3 മാസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു റിസൾട്ട് കിട്ടി. ആ സഹോദരന്റെ ഭാര്യ ഗർഭിണിയാണെന്നും പിന്നത്തേതിൽ അവരൊരു പെൺകുഞ്ഞിനെ പ്രസവിച്ചെന്നും എനിക്കൊരു റിസൾട്ട്. ഞാൻ ചെയ്തതല്ല കേട്ടോ, സ്വർഗത്തിലെ ദൈവം. എനിക്കതിന്റെ ഒരു മഹത്വവും വേണ്ട, ഞാൻ അതിന്റെ മഹത്വം എടുക്കുന്നുമില്ല. ഞാൻ മാത്രമല്ല, ഒത്തിരി പേർ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം. എന്നാൽ അന്ന് കർത്താവ് അവർക്ക് ഒരു സർജറി ചെയ്തു. ദൈവത്തിലെ നമ്മുടെ വിഷയങ്ങളിൽ സർജറി ചെയ്യുന്നത് കർത്താവ്. മാനുഷികമായ സർജറിക്ക് അല്പമായ അവൻ റിസൾട്ടേ തരാൻ പറ്റുള്ളൂ. എത്ര തരാൻ പറ്റും? 50%, 75%. ഒരു പെർസെന്റേജ് പറഞ്ഞല്ലേ ചെയ്യുന്നത്. പക്ഷെ കർത്താവ് പറയാ 100%. ഹല്ലേലൂയ. കുരുടന്റെ കണ്ണ് അവൻ തുറക്കാൻ നേരത്ത് കർത്താവ് പറഞ്ഞു, നിലത്ത് ചേറുണ്ടാക്കി തുപ്പി അവന്റെ കണ്ണി തേച്ചിട്ട് പറഞ്ഞു, നീ ശീലോഹം കുളത്തിൽ പോയി അവൻ കഴുകി കളയുക. എന്തിനാ ശീലോഹം കുളത്തിൽ പോണം? നിന്റെ അനുസരണ പരിശോധിക്കാൻ വേണ്ടിയാ. ദിവസങ്ങളിൽ കുളത്തിൽ ഇറങ്ങണം കേട്ടോ. അവൻ കർത്താവ് ശീലോഹം കുളത്തിൽ വളരെ വ്യക്തമായി തുറക്കാൻ ദൈവം അത് ചെയ്യിക്കാൻ പോകുകയാണ്. ശീലോഹം കുളത്തിൽ പോയി എന്ത് ചെയ്യണം? കഴുകിക്കളയുക എന്ന് പറഞ്ഞു. ആമേൻ. ഇവൻ എന്ത് ചെയ്തെന്നറിയാമോ? 24ഓളം മൈൽ കണ്ണുപൊട്ടൻ. ആരെങ്കിലും കൊണ്ടുവന്നിരുത്തിയാൽ മാത്രം യാചിക്കാൻ കഴിയുന്നവൻ. കർത്താവ് കണ്ണിൽ ഇത് വാരി പൂശി കഴിഞ്ഞപ്പം ഇവൻ തപ്പിയും തടഞ്ഞു പോവുക. മാനുഷിക സ്രവം ശരീരത്ത് പറ്റിക്കഴിഞ്ഞാൽ അവൻ അശുദ്ധനാണെന്ന് ലേവ്യ പുസ്തകം പഠിപ്പിക്കുന്ന ന്യായപ്രമാണത്തിന്റെ കീഴിൽ അടയ്ക്കപ്പെട്ടവന്റെ ശരീരത്തിന്റെ കർത്താവിന്റെ ഹല്ലേലൂയ ആമേൻ ആ ശരീരസ്രവം അഥവാ തുപ്പൽ എന്ത് ചെയ്തു? പറ്റി. ദൈവത്തെ കർത്താവിന്റെ ശരീരത്തിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് നിന്റെ ജീവിതത്തിൽ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നന്മയ്ക്കാം. തുപ്പലായിക്കോട്ടെ, അത് നിന്നയായിക്കോട്ടെ. ദൈവത്തിലെ നിന്റെ നിന്ന ഉരുട്ടി മാറ്റാൻ പോകുന്നു. ചില നിന്ദകളെ ഉരുട്ടി മാറ്റിക്കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തിന്റെ പ്രവൃത്തി ജീവിതത്തിന്റെ മണ്ഡലത്തിൽ കർത്താവ് തികയ്ക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവിൽ പ്രവചനം എന്നതുപോലെ ഞാൻ വിളിച്ചു പറയുക. കർത്താവിന് തെച്ചു പറ്റും. നിന്ന എന്ത് ചെയ്യുക? വഹിച്ചുകൊണ്ട് പോകുക. പാളയത്തിന്റെ പുറത്തേക്ക് നിന്നയുമായിട്ടുള്ള സഞ്ചാരമാ. പക്ഷെ ഈ നിന്നയുണ്ടല്ലോ നിന്റെ നന്മയ്ക്ക് വേണ്ടിയാ, മഹത്വം വെളിപ്പെടുത്താൻ വേണ്ടിയാ, ചിലര് കാണാൻ വേണ്ടി. എന്തിനാണ് നിന്ദിക്കപ്പെട്ടത്? എന്തിനാണ് തകർക്കപ്പെട്ടത്? നിന്റെ നിന്ദ വെളിപ്പെട്ടതിന്റെ പിന്നിൽ ഒറ്റ കാര്യമേ ഉള്ളൂ. ആമേൻ. അത് ദൈവത്തിന്റെ മഹത്വമായി മാറാം. ഈ കണ്ണുകുരുടനെ കണ്ടപ്പോഴേ ആമേൻ ഈ ശിഷ്യന്മാർ യേശുവിനോട് ഒരു കാര്യം ചോദിച്ചു, ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ പാവം ചെയ്തിട്ടാണോ? കേട്ടോ, ഒന്നുമല്ല, ദൈവത്തിന്റെ മഹത്വം കല്ലറയ്ക്കകത്ത് അണയ്ക്കപ്പെട്ടത്. ആമേൻ. ദൈവമഹത്വം വെളിപ്പെടാൻ ദൈവം മഹത്വമായി നിങ്ങളുടെ ജീവിതത്തിൽ കളയുന്നത് നിന്നെ നിന്ദിക്കുന്നവരുടെ നിന്ദ അഴിച്ചു മാറ്റുമെന്ന് കവിത പറയുന്ന ദൂതല്ല, സ്വർഗത്തിലെ ദൈവം പറയുന്ന ദൂതാകണം. കർത്താവിന്റെ കയ്യിലാണുള്ളത്. കർത്താവ് അത് നിർവഹിക്കാൻ ദൈവം
ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഒരുത്തൻ എന്ത് ചെയ്യുക, 40 വർഷം അവന്റെ വയസ്സ് അവിടെ എഴുതിയിട്ടില്ലെങ്കിൽ കൂടെ ഞാൻ ഏകദേശം ചിന്തിക്കുക യേശുവിനേക്കാൾ കൂടുതൽ അവന് പ്രായം കാണും. അവൻ 33 വയസ്സുള്ളവന്റെ മഹത്വം വെളിപ്പെടുത്താൻ വേണ്ടി അവൻ 40 വർഷം മുമ്പേ അവൻ നിന്ദയുമായിട്ട് ഒരുത്തം പിറക്കുകയാണ്. പക്ഷെ പിന്നത്തേതിൽ ആ നിന്ദയെ സ്വർഗം എന്ത് ചെയ്തു, ഉരുട്ടി മാറ്റി. അവൻ ആ കർത്താവിനെ ആ തുപ്പലും വഹിച്ചുകൊണ്ട് ആ നിലത്തെ പൂഴിമണ്ണിൽ അവൻ തേച്ച ആ തുപ്പലും വഹിച്ചുകൊണ്ട് മൈലുകൾ 24 താണ്ടി അവനെ തൊടുന്നവൻ അശുദ്ധനാകും എന്നുള്ളത് കൊണ്ട് ചിലപ്പോൾ ആരും അവനെ സഹായിച്ചു കാണത്തില്ല. കാരണം ഉള്ളത് മുഴുവൻ പരീക്ഷ ഭക്തന്മാരല്ലേ. പലപ്പോഴും ആരും സഹായിക്കാത്ത മേഖലകൾ ജീവിതത്തിന്റെ മുഖത്തുണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും ആമേൻ കണക്കിടണ്ട. സ്വർഗം നമുക്ക് സഹായകനെങ്കിൽ മനുഷ്യൻ എപ്പോഴും ഒരു കല്ല് ആരെങ്കിലും ഉണ്ടെങ്കിൽ 10 കല്ല് ഒരുമിച്ചിടാനേ നോക്കത്തുള്ളൂ. നമുക്കറിയാം ശവക്കുഴിയിലോട്ട് ആ ശരീരം അങ്ങോട്ട് വച്ചു കഴിഞ്ഞാൽ എന്ത് തിരക്കാന്നറിയാമോ. ഒരു പിടി മണ്ണ് അങ്ങോട്ട് വാരിയിടാൻ. അതോടുകൂടെ കടമയും തീർന്നു, കർത്തവ്യം തീർന്നു. ഇതാ പലരുടെയും കാര്യം. നിന്നെ ഉപയോഗിച്ച പലർക്കും നിന്നെ വേണ്ട, നിന്റെ നന്മ മതിയായിരുന്നു. എന്നാൽ കർത്താവിന് നിന്നെ വേണം, നിന്നെ കൊണ്ട് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അവൻ പലതും നിങ്ങളിൽ കൂടെ ചെയ്തെടുക്കുക. പുതുക്കുന്ന എണ്ണ അവൻ തേപ്പിക്കുക തന്നെ ചെയ്യും. വാക്തത്വങ്ങളെ നീ പ്രാപിക്കുന്നത് സംശയമില്ല. നന്മകളിൽ ചില ശമൂവേൽമാർ എഴുന്നേൽക്കുന്നതിന് സംശയമില്ല. ദൈവം അത് ചെയ്യുവാൻ അല്ലല്ല. അപ്പം ഇവൻ എന്ത് ചെയ്യാന്നറിയാമോ, ഇതും വഹിച്ചുകൊണ്ട് ശീലോഹം കുളത്തിലേക്കുള്ള യാത്ര. ഞാൻ ഒത്തിരി വചനങ്ങൾ പറയുമ്പോൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവണ്ട. എനിക്ക് ഇങ്ങനെ ശുശ്രൂഷിക്കാൻ പറ്റത്തുള്ളൂ. കാരണം ഇത് മാനുഷികമായ ഒരു ശുശ്രൂഷയിൽ നിന്ന് ഞാൻ പഠിച്ചൊരു പ്രസംഗം പ്രസംഗിക്കുകയല്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ കാട് കയറി പോകുന്നോ ഒത്തിരി വചനങ്ങൾ പറയുന്നോ ഒക്കെ തോന്നുന്നത്. പക്ഷെ ഞാൻ ഒരിടത്ത് നിന്നാ തുടങ്ങിയതെന്ന് എനിക്ക് നല്ല ബോധ്യം ഉള്ളത് കൊണ്ട് തന്നെ പറയുക. കർത്താവ് തന്ന ആലോചനകളൊന്നും വൃഥാവാകത്തില്ല. അത് പൂർണ്ണമായി കർത്താവ് നിർവഹിക്കും. കാരണം അവന്റെ വചനത്തിന് ബന്ധനമില്ലാത്ത വചനം നമുക്ക് വേണ്ടി സ്വർഗം അയച്ചിട്ടുണ്ടെങ്കിൽ ആ വചനത്തിൽ നിന്ന് ചിലതൊക്കെ നടക്കും, ചിലതൊക്കെ ജീവിക്കും. അവൻ വചനം അയച്ചപ്പോൾ എന്ത് ചെയ്തു, ചിലതൊക്കെ ഉരുവായി വന്നല്ലേ, ചിലതിനെ കർത്താവ് ഉരുവാക്കാൻ പോകും. അങ്ങനെ എന്ത് ചെയ്യാ, കണ്ണില്ല, കണ്ണിന്റെ അകത്ത് ഒന്നുമില്ല. അവിടെ ഒരു കുഴി മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവൻ നടന്നു. ആരും ഇവനെ സഹായിച്ചു കാണത്തില്ല. പക്ഷെ അവന്റെ ഉള്ളിൽ ഒരു ദാഹമുണ്ട്. ദൈവത്തിന്റെ മഹത്വം ഞാൻ വെളിപ്പെടുത്തുകയും എന്നിലൂടെ അത് വെളിപ്പെടുകയും ചെയ്യും. എത്ര പേര് ആഗ്രഹിക്കുന്നു അത് അനുസരിച്ച ദൈവത്തിന്റെ മഹത്വം തീർച്ചയായും. അവൻ പോയി 24 വരുന്ന കാതം ദൂരം നടന്ന് ശീലോഹവും കുളത്തിൽ ഇറങ്ങി മുങ്ങിയപ്പം കർത്താവ് ഇങ്ങനെ ഒന്ന് തൂത്താ പോരെ. കർത്താവ് ഒരു വാക്ക് കൽപ്പിച്ചാ പോരെ. ലാസറിനെ കല്ലറയിൽ നിന്ന് ഇങ്ങോട്ട് വിളിച്ചപ്പോൾ ലാസറെ ഇറങ്ങി വാന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. മരിച്ചുപോയ നാറ്റം വമിച്ച ഉരുകി മാറി കയ്യിൽ ഉറകൂടും പോലെ ഉറകൂടിയ ശരീരത്തിൽ നിന്നൊരു ലാസർ. കണ്ണിനൊരു കുഴപ്പമില്ല, ചെവിക്ക് ഒരു കുഴപ്പമില്ല, കേൾവിക്ക്. ഇപ്പൊ ഞാൻ 3-4 ദിവസം കല്ലറയിൽ കിടന്നതാണ്. ദ്രവിച്ചൊക്കെ പോയി. അത് കാരണം ഈ ചെവിയുടെ കോശങ്ങളൊന്നും ഇപ്പൊ വർക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ട് എനിക്ക് ചെവി പതുക്കെയാ. ലാസർ ഇറങ്ങി വന്നിട്ട് അങ്ങനെ പറഞ്ഞോ? കണ്ണിന്റെ കാഴ്ച ഇച്ചിരി മങ്ങിപ്പോയി. കാരണം എന്നാ അങ്ങനെ ഒന്നും സംഭവിച്ചില്ല. ലാസറായി പുറത്തു വന്നു. അങ്ങോട്ട് പോകുന്നതിനേക്കാളും വെടുക്കാനായിട്ട് പുതു ശരീരത്തെ ആർക്ക് കിട്ടി? ലാസറിന് കിട്ടി. അങ്ങനെയാണെങ്കിൽ കർത്താവ് എല്ലാം ചെയ്താൽ അങ്ങനെ ശൂന്യങ്ങളെ നഷ്ടങ്ങളെ നേട്ടങ്ങളാക്കുന്നവനെ അതെ കർത്താവ് അത് തന്നെ ചെയ്തു. ഇവനും ഒരു കണ്ണ് കിട്ടി. തിരിച്ചു വന്നപ്പോ ഒത്തിരി ചോദ്യം. പ്രമാണിമാരൊക്കെ ചോദ്യം ചോദിക്കും. പള്ളിക്കാരൊക്കെ വലുതും പറയും. ഇതൊക്കെ കേട്ടോണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം എങ്ങും എത്തത്തില്ല, അങ്ങ് മേലെ എത്തത്തില്ല. അതുകൊണ്ട് പ്രമാണിമാരെ നോക്കണ്ട, അപ്പനും അമ്മയും നോക്കണ്ട. നിങ്ങൾ ആ പുസ്തകം എടുത്തൊന്ന് വായിച്ചു നോക്കണം. 9-ാം അധ്യായം യോഹന്നാന്റെ സുവിശേഷത്തിൽ അവൻ പള്ളിക്കാരെ പേടിച്ചിട്ട് അപ്പനും അമ്മയും പറഞ്ഞു അവന് പ്രായം ഉണ്ടല്ലോ, അവനോട് ചോദിച്ചോളെ. പള്ളിക്കാരെ നോക്കിയാൽ നമ്മുടെ കാര്യം അവരെ നമുക്ക് കഞ്ഞിയും വെള്ളവും വല്ലതും തരും. നമ്മുടെ കാര്യം അവർ നടത്തി തരുമോ? അവൻ തരും. എന്ത് തരുമെന്ന് അറിയാമോ? അവസാനം ഒരാണി അടിക്കാൻ വേണ്ടി അവർ കൂടെ നിൽക്കും. അങ്ങനെ ചെയ്യത്തുള്ളൂ. അതേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് തന്നെ ഉത്തരവാദിത്വം, സ്വർഗത്തിലെ ദൈവത്തിന്റെ ഉത്തരവാദിത്വം. ഞാനിത് പറഞ്ഞത് നിങ്ങൾക്ക് ദോഷം വരാൻ പറഞ്ഞതല്ല, ദോഷം വരാതിരിക്കാൻ പറഞ്ഞു. നമുക്ക് നല്ല അലങ്കരിക്കപ്പെട്ട കുടുംബക്കല്ലറ ഉണ്ടെങ്കിലും സാരമില്ല. കർത്താവിന് വേണ്ടി നിന്ന കർത്താവ് മാനിക്കും. കർത്താവ് നമ്മളെ എവിടെ പാതാളോ മരണോ അവർക്കുള്ളവരെ ഏൽപ്പിച്ച് കൊടുക്കുന്ന നമ്മൾ വായിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ
നമുക്ക് പേടിക്കാനില്ല. ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് ആമേൻ സമർപ്പിച്ച് ശീലോഹവും കുളത്തിലേക്ക് ഇറങ്ങി. ഹല്ലേലൂയ. കർത്താവ് അത് ആഗ്രഹിക്കുന്നു. ഉള്ളിലും ആ ചിന്ത കർത്താവ് തന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം. എന്നാൽ അതിന്റെ പൂർണ്ണത ഈ ദിവസങ്ങളിൽ ആവശ്യമാണ്. മറ്റൊന്ന്, സഭായോഗങ്ങളെ ഉപേക്ഷിക്കരുത്. സഭായോഗം എന്നത് ദൈവത്തിന്റെ സന്നിധിയിൽ വരുന്ന സഖിത്വത്തിൻ്റെതാണ്. അതുകൊണ്ട് നമ്മുടെ കാര്യം പറഞ്ഞ് സഭായോഗത്തെ എന്ത് ചെയ്യരുത്, ഉപേക്ഷിക്കരുത്. ഡ്യൂട്ടിയൊക്കെ ഉള്ള ചിലപ്പോൾ നമുക്ക് ചെയ്യേണ്ടി വന്നെന്നിരിക്കാം. എന്നാൽ അതിന് നമ്മൾ തിരിച്ച് പകരം എന്ത് ചെയ്തേക്കണം, ഇതുപോലെയൊക്കെ കൂട്ടായ്മയിൽ അത് തിരിച്ച് മടക്കി കൊടുത്തേക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഒരു ദിവസത്തെ പ്രതിഫലം 1000 ദിവസത്തിന് തുല്യമായി വിഭാഗിച്ച് ആമേൻ അടിയിൽ ആമേൻ എന്ന് എഴുതി ചേർക്കുന്ന സൈൻ ഇടുന്ന കർത്താവാണ്. അതുകൊണ്ട് അതിനുവേണ്ടി സമർപ്പിച്ച് നമുക്ക് ഏൽപ്പിക്കാം. ഭൂമി അവൻ പുതുക്കി, അതിന്റെ അകത്ത് ഉണ്ടാകട്ടെ എന്ന വാക്കുകൊണ്ട് തന്നെ അവൻ എന്തുണ്ടായി, ജീവജാലങ്ങൾ ഉണ്ടായി, മത്സ്യങ്ങൾ ഉണ്ടായി, അവൻ എന്തുണ്ടായി, വൃക്ഷങ്ങൾ ഉണ്ടായി, അവൻ സസ്യജലാദികൾ ഉണ്ടായി. സകലതും കർത്താവ് എന്ത് ചെയ്തു, വിളിച്ചു വരുത്തി. ഒറ്റ പദം, ഉണ്ടാകട്ടെ. അത് ഉണ്ടാകട്ടെ എന്ന് പറയുവാന്ന് ഞാൻ പറഞ്ഞല്ലോ, അതൊരിക്കൽ കൂടെ പറയുക. ഉണ്ടാകും, ചിലതുണ്ടാകും, ചിലതുണ്ടാകും. ജനത്തിനു വേണ്ടി ഉണ്ടാകും, ആത്മാവിന്റെ പ്രവൃത്തി ഉണ്ടാകും, അഭിഷേകത്തിന്റെ തീ ഉണ്ടാകും. അവൻ ഞാൻ ഇതിവിടെ പറഞ്ഞ് അവസാനിപ്പിച്ചു പോകുകയല്ല. അവൻ കർത്താവ് ഇതിന്റെ അകത്ത് പ്രവർത്തിച്ചു. കർത്താവ് ചെയ്തിരിക്കുന്നു. നിന്റെ കണ്ണുനീര് കർത്താവ് കാണുന്നു, നിന്റെ തകർച്ചയും കർത്താവ് അറിയുന്നു, നിന്റെ വേദനകളെ സ്വർഗം കണ്ടിട്ടുണ്ട്. അവൻ മാറിപ്പോകട്ടെ. ശൂന്യശിഷ്ടങ്ങളിൽ കർത്താവ് പണി, ചീത്തയായി പോയതിനെയും കർത്താവ് പണിയും. കയ്യിൽ ചീത്തയായി പോയ പാത്രം അവൻ തൂക്കി വീശിയില്ല. ഞാൻ കണ്ടിട്ടുണ്ട് പാത്രം ഉണ്ടാക്കുന്നത് കുശവൻ എങ്ങനെയാണെന്ന്. അവൻ 4 പ്രാവശ്യം വരെ ഈ കളിമണ്ണിന്റെ ഷേപ്പ് കുശവൻ ഉദ്ദേശിച്ചതുപോലെ അല്ലെങ്കിൽ ആ മണ്ണ് അവന് വീണ്ടും പണിയാൻ പറ്റും. 4ാമത്തെ പ്രാവശ്യം കഴിഞ്ഞാൽ അതിനെ എന്ത് ചെയ്യും, പിന്നെ അതിനെ കൊണ്ട് പണിയാൻ പറ്റത്തില്ല, പിന്നെ അതിനെ കളയും. കാരണം എന്താ വെച്ചാൽ മണ്ണ് ഉദ്ദേശിച്ചതിനേക്കാൾ ഡ്രൈ ആയി പോകും. എന്നാൽ 4 അവസരം നമ്മുടെ മുമ്പിൽ ഇനിയുണ്ട്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഒന്നും ചീത്തയായി പോകത്തില്ല, അവസരങ്ങൾ ഇനിയുണ്ട്. കർത്താവ് തൻ ഗംഭീരനാദത്തോട് പ്രധാന ദൂതന്റെ ശബ്ദത്തോട് ദൈവത്തിലെ വരാൻ അവൻ ശൂന്യശിഷ്ടങ്ങളിൽ പണിയുന്ന അസ്ഥിയോട് ചേർക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി നമ്മിലുണ്ടാകും. ആമേൻ. കുടുംബ ജീവിതങ്ങളെ, ബന്ധങ്ങളെ തമ്മിൽ പണിയുന്ന ഒരു അനുഭവം ഉണ്ടാകും. അസ്ഥിയോട് ചേർന്നാൽ ഒരു പുതിയ ജനം ഉണ്ടാകും. ദൈവിക നന്മകൾ വെളിപ്പെട്ടു വരും. അത് വാക്തത്വങ്ങളിലേക്ക് നടത്താനിടയായിത്തീരും. അവയാൽ അവൻ നമുക്ക് മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനവും അവന്റെ ദിവ്യശക്തി നമ്മുടെ ജീവനും ഭക്തിക്കും ആധാരമായതൊക്കെയും നൽകി തന്നിരിക്കുന്നു. 2 പത്രോസ് 1-ാം അധ്യായം 3 മുതലുള്ള വാക്യം വായിക്കുമ്പോൾ നിന്റെ വിളി മഹത്വത്തിൽ. ആമേൻ. അത് ദിവ്യശക്തിക്ക് വേണ്ടിയുള്ളതാണ്. അത് ജീവനും ഭക്തിയുടെ കാര്യം നോക്കിക്കോളുക. 2 നിത്യജീവന് വേണ്ടിയുള്ളതും ആമേൻ ഈ ലോകത്തിലുള്ള ജീവനത്തിനു വേണ്ടിയുള്ളതും കർത്താവ് ചെയ്യും. അതുകൊണ്ട് ജീവനത്തിന്റെ പ്രതാപത്തിലേക്ക് നോക്കി ഭാരപ്പെടണം. ദൈവം ചിലത് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് ദൈവസന്നിധാനത്തിൽ എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ കണ്ണുകളെ ആമേൻ നമിക്കാം. എല്ലാവരും ദൈവസന്നിധാനത്തിൽ ആത്മാവിനെ